ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൽ നിങ്ങളൊക്കെ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവദാസിയാണ് തന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നു ആ സാക്ഷ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ അനുഗ്രഹമായി തീരുമെന്ന്. കർത്താവ് തന്നെ നടത്തിയ ഒരുപാട് വിധങ്ങളും വഴികളും സ്വർഗീയ ദർശനങ്ങളും ഒക്കെ നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ കേൾക്കുവാൻ കഴിയും. ജീവിതത്തിലെ കഷ്ടങ്ങളും നിരാശകളും എങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെയധികം ശ്രദ്ധയോട് ഈ സാക്ഷ്യം കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വലിയ വിടുതലായി തീരും. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ. ആ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ദേവദാസി, എന്തുകൊണ്ട് വിശേഷം? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ആന്ധ്രാപ്രദേശിൽ നിന്നാണെന്ന് എനിക്ക് അറിയാം. ആന്ധ്രയിൽ എവിടെയാണ്? പേരെന്തുവാണ്? വീട്ടിലെ ആരൊക്കെയുണ്ട്? ഒന്ന് പരിചയപ്പെടുത്തിയാണ് ദേവദാസി. എന്റെ പേര് അമ്മിണി. ഞാനിവിടെ ആന്ധ്രയിലെ ഒരു APC പാസ്റ്ററിന്റെ മകൻ പാസ്റ്ററാണ് എന്നെ കല്യാണം കഴിച്ചത്. അവര് 3 മക്കള്. അവര് നടുക്കത്തെയാണ് എന്നെ വിവാഹം ചെയ്തത്. ആന്ധ്രയിൽ വിജയവാഡയിൽ 1 മണിക്കൂർ യാത്ര. ബന്ധറിന് അതിന് മധ്യത്തിലായിട്ട് മൂവ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. മൂവ, അവിടെയാണ് ഞങ്ങളുടെ സുവിശേഷവേല. എന്റെ മാതരണം ഞങ്ങൾ 6 മക്കളാണ്. 4 പെണ്ണും 2 ആണും. അതിൽ 3ാമത്തെ പെണ്ണാണ് ഞാൻ. ഓക്കെ, ദേവദാസി എങ്ങനെ കർത്താവ് ആന്ധ്രയിൽ കൊണ്ടുപോയി അവിടുത്തെ പ്രവർത്തനങ്ങള് എല്ലാം ഞങ്ങള് കേൾക്കാൻ വളരെയധികം സന്തോഷത്തോടു കൂടെ ആയിരിക്കുകയാണ്. അതിനകത്ത് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. നിങ്ങളുടെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു കർത്താവേ. നിങ്ങളുടെ ദാസിക്കായി സ്തോത്രം. ദൈവം ബലപ്പെടുത്തണമേ കർത്താവെ. സാക്ഷ്യം അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിൽ എടുക്കുവാൻ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കേൾവിക്കാർക്കെല്ലാം ഇതൊരു അനുഗ്രഹമായി തീരണം, ഒരു വിടുതലായി തീരണം കർത്താവെ. നിങ്ങളുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടട്ടെ കർത്താവെ. ഞങ്ങളെ സമ്പൂർണമായ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദേവദാസി, ഇനിയുള്ള സമയമാണ് ഞാൻ ദേവദാസിക്ക് നൽകി തരികയാണ്. ദേവദാസിയുടെ ജീവിതാനുഭവം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ദേവദാസിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു സിസ്റ്റർ. സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഒരു സ്നേഹമെന്ന് അറിയിക്കുന്നു. പ്രത്യേകം ഇങ്ങനെ സാക്ഷ്യം പറയാനായിട്ടൊരു ചാൻസ് ഒരുക്കി തന്ന ജോയ്സ് ടിവിക്ക്, പ്രത്യേക ആന്റിക്കും എന്റെ സ്നേഹമെന്ന് അറിയിക്കുകയാണ്. ആന്ധ്രയുടെ പ്രദേശത്ത് വിജയവാഡയിൽ നിന്ന് 1 മണിക്കൂർ യാത്ര. മുംബൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ദൈവവേല ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ മുതലുള്ള എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ എങ്ങനെയാണ് വന്നത് എന്നുള്ള അനുഭവങ്ങളാണ് സാക്ഷിയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ എൻ്റെ പേരൻസ് ഒക്കെ കോട്ടയം കുറങ്ങാട് സ്ഥലത്തായിരുന്നെങ്കിലും അവർ അധിക സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇടുക്കി ഡിസ്ട്രിക്റ്റ് രാജകാട് എന്ന പ്രദേശത്തേക്ക് പോയി. അവിടെ നിന്ന് എൻ്റെ ഫാദർ, അവർ രാജകാടാണ് വളർന്നത്, അവരുടെ തറവാട്. എങ്കിലും എൻ്റെ ഫാദർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൾ കുറെ സ്ഥലം മേടിച്ച് ചെമ്മണ്ണാർ മാമസിറ്റി എന്ന ഉടുമ്പൻചോല താലൂക്ക്, അവിടെയാണ് ഞാൻ അവിടെയാണ് വളർന്നത്. എൻ്റെ അമ്മ ഒരു നല്ല വിശ്വാസിയായിരുന്നു. അമ്മ ഞങ്ങളെ കൊച്ചിലെ 3 മണിക്ക് എഴുന്നേറ്റ് അമ്മ പാട്ട് പാടും. അപ്പോഴത്തേക്ക് എൻ്റെ ഫാദറിനോട് എഴുന്നേറ്റ് ഇവർ 2 പേരും കൂടെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് അവരോട് കൂടെ കൂടണം. കൂടിയില്ലെങ്കിൽ അമ്മ വന്ന് ഞങ്ങളെ തുടയിൽ തിരുമ്മി നുള്ളി എഴുന്നേൽപ്പിക്കും. അപ്പൊ ചെറുപ്പത്തിൽ ഓർത്തത് അമ്മ ഇത്രയും ക്രൂരയായ ഒരു അമ്മ വേറെ ആർക്കും കാണുകയാണ് എന്നൊക്കെ ഭയങ്കര വിഷമിച്ചിട്ടുണ്ട്. കാരണം കൊച്ചുപിള്ളേരല്ല, അപ്പൊ ഉറക്കമാണ് പ്രധാനം. പക്ഷെ അമ്മ സമ്മതിക്കാനായിരുന്നു, എഴുന്നേക്കണം,
ഇരുട്ടോടുകൂടെ തന്നെ എഴുന്നേൽക്കണം, അവരോട് പ്രാർത്ഥിക്കണം. അങ്ങനെ അതുപോലെ തന്നെ പിന്നെ പള്ളിയിലെ ആരാധനകൾ, സൺഡേ സ്കൂളിൽ കൊച്ചിലെ തൊട്ടേ അമ്മ കൊണ്ടുപോകായിരുന്നു. സൺഡേ സ്കൂളൊക്കെ ബൈബിൾ പഠിക്കുക, കണ്ടസ്ഥം ചെയ്യുക, കാണാപ്പാഠം പഠിക്കുക, പാട്ട് പാടുക, ഇങ്ങനെ സൺഡേ സ്കൂളിലെ എല്ലാ കാര്യക്രമങ്ങൾക്കും എല്ലാത്തിനും ഫസ്റ്റ് ഒക്കെ ആയിരുന്നു. അങ്ങനെ നല്ല ആക്റ്റീവായിട്ട് ചെറുപ്പം മുതൽ ദേശനെ വളർന്നു വന്നു. കൊച്ചിലെ ഞാൻ തീരെ കുഞ്ഞായിരുന്നപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു വല്യമ്മ മരിച്ചുപോയി. അപ്പൊ മരിച്ചുപോയപ്പോ അന്ന് എൻ്റെ അമ്മ എന്നെ കയ്യെ പിടിച്ച് ചെറിയ കുഞ്ഞു വെച്ച കയ്യെ പിടിച്ച് നടത്താൻ അത്ര വയസ്സേ ഉള്ളൂ. അപ്പൊ കയ്യെ പിടിച്ച് നടത്തിക്കൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഞാൻ നോക്കിയപ്പോ ഒത്തിരി ആൾക്കാരൊക്കെ വീട്ടിൽ കൂടി നിൽക്കൊണ്ട് അമ്മ എന്നെ ഇത് കയ്യെ പിടിച്ച് മുമ്പോട്ട് കൂട്ടിക്കൊണ്ടുപോയപ്പോ അവിടെ അപ്പോൾ ഈ ശവപ്പെട്ടി എന്ന് പറഞ്ഞാല് കറുത്ത തുണി ഒട്ടിക്കുമായിരുന്നു. കറുത്ത തുണി ഒട്ടിച്ചിട്ട് അതേ മൊത്തം കറുത്ത തുണി ഒട്ടിച്ചിട്ട് അത് വെള്ള കുരിശ് വെക്കുമായിരുന്നു. വെള്ള തുണി കൊണ്ട് കുരിശ് പോലെ വെക്കും. അപ്പൊ അതിനകത്ത് വെള്ള തുണിയിൽ പൊതിഞ്ഞ് വല്യമ്മേനെ കിടത്തിയിട്ടുണ്ട്. ഒത്തിരി കൊച്ചു വെച്ചതാണ്. അപ്പൊ ഞാൻ ഓർക്കുക, ഞാൻ അവിടെ ഒന്ന് ആലോചിക്കുകയും ഇവരുടെ കാര്യക്രമം കൊണ്ടൊക്കെ ആണെങ്കിലും ഞാൻ അത് നോക്കുക, അപ്പൊ മനുഷ്യരിങ്ങനെ മരിച്ചു പോകും, ആരാണെങ്കിലും മരിച്ചു പോകും എന്ന് ഉള്ള ഒരു ആലോചന എൻ്റെ ഹൃദയത്തിലേക്ക് കയറി. എന്നിട്ട് ഞാൻ പിന്നെ അവിടെ ചിന്തിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ വലുതായി, പ്രായം ചെല്ലുമ്പോൾ അമ്മ മരിക്കും, എൻ്റെ ചാച്ചനും മരിച്ചു പോകും, അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ പ്രായം ചെല്ലുമ്പോൾ ഞാനും മരിച്ചു പോകും. ഇങ്ങനെയെല്ലാം കൊച്ചിലെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് അപ്പം അതുകൊണ്ടായിരിക്കും ദൈവത്തിന് ഓരോരുത്തർ ദൈവം പറഞ്ഞേക്കുന്നത് ഒരാളുടെ ജന്മദിവസത്തേക്കാൾ മരണ ദിവസമാണ് മേല്. അതുകൊണ്ട് ഞാനത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഓർക്കും, ഇവിടെ കൂടുതൽ ഹിന്ദുക്കളായതുകൊണ്ട് ഇവിടുത്തെ ഇതെന്നാന്ന് ചോദിച്ചാല് കല്യാണം കഴിഞ്ഞ ഉടനെ കല്യാണ ചെറുക്കനും പെണ്ണും അതുപോലെ കൊച്ചു പിള്ളേരൊന്നും മരിച്ചെടുത്ത് പോകരുതെന്നാണ് കുറെ പേരുടെ പ്രമാണം. പോകാൻ പാടില്ല. ഗർഭിണികളായിരിക്കുന്നവര്, കൊച്ചു പിള്ളേര്, അതുപോലെ കല്യാണം കഴിഞ്ഞവര്, അങ്ങനെയൊന്നും മരിച്ചെടുത്ത് പോകാൻ പാടില്ലെന്നാണ് ഇവിടുത്തെ നിയമം. അപ്പൊ ഞാൻ അതിന് വിപരീതമായിട്ടാണ് ഓർക്കുന്നത്. കാരണം അങ്ങനെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് മനുഷ്യർ ചിന്തിക്കാനും പിന്നെ ദൈവത്തെ കുറിച്ച് ആലോചിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കും പിശാച് അങ്ങനെയുള്ളടത്ത് പിള്ളേരെ കൊണ്ടുപോകരുതെന്ന് പറയുന്നതിന് എൻ്റെ ഒരു മനസ്സിലസം ഞാൻ അതിനൊക്കെ എതിരായിട്ട് ഉപദേശിക്കും. കാരണം എനിക്ക് ഈ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയും, പിള്ളേരൊക്കെ കൊണ്ടുപോകാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കും. അതുപോലെ മരിച്ചടക്കിന് ഇവിടെ ചെറുപ്പക്കാരായ സ്ത്രീകൾ ആരും ശവക്കോട്ടെ പോവുകയില്ല. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ തൊട്ട് മരിച്ച് പുരുഷന്മാർ കുറെ പേര് മാത്രം കൊണ്ടുപോയി അവരുടെ ഇഷ്ടം പോലെ അവരെ മരിച്ചടക്കി പോരും. ശവക്കോട്ടെ പോകാൻ പറ്റില്ല. പക്ഷേ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ ഇവിടെ പരിചയം തുടങ്ങിക്കഴിഞ്ഞ് പെൺപിള്ളേരെയും കല്യാണം കഴിക്കാത്ത പിള്ളേരൊന്നും മരിച്ച ശവത്തിന്റെ അടുത്തേക്ക് വിടുകയില്ല. പക്ഷെ ഞങ്ങളിപ്പം ചെറുപ്പക്കാരെല്ലാം കൂട്ടിക്കൊണ്ടുപോയിട്ട് മരിച്ചടക്ക് തീരുന്നത് മൊത്തം എല്ലാ പ്രോഗ്രാം കഴിയുന്നവർ വരെ പാട്ടും പാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് ഞങ്ങളവിടെ നിൽക്കും. അപ്പൊ ഞങ്ങൾ ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു വിശ്വാസ പെങ്കുച്ച് കല്യാണം കഴിഞ്ഞ് 9-ാം മാസം ഗർഭിണിയായിരുന്നു. അപ്പൊ പുള്ളിക്കിലേക്ക് ദൈവം ഞങ്ങൾ പറഞ്ഞ അതെല്ലാം മനസ്സിലാകാനുള്ള കൃപ കൊടുത്തു. പുള്ളിക്കാരി 9 മാസം ഗർഭിണിയായപ്പോ പുള്ളിക്കാരി മരിച്ചടക്കിന് പോന്നു. അതുപോലെ പിന്നെ ഇവിടെ ഈ അമാവാസിക്ക് കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒത്തിരി ഇതുകളുണ്ട്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ റെയിൽവേ എംപ്ലോയിയാണ്, നമ്മുടെ ഒരു വിശ്വാസി, നമ്മൾ വളർത്തിയത് വെച്ചാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, എന്റെ കല്യാണം അമാവാസിയിൽ വച്ചാൽ നടത്തണമെന്ന് തീരുമാനിച്ച് പുള്ളിക്കാരൻ അമാവാസിയിൽ തന്നെ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചു. ആ പുള്ളിക്കാരന് ഉടനെ 2 നല്ല സൂപ്പർ പെൺപിള്ളേരുണ്ടായി നല്ല സന്തോഷകരമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് ദൈവം അതിനപ്രകാരം പിള്ളേരെ വളർത്താനായിട്ട് ദൈവം കൃപ തരുന്നുണ്ട്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിലെ എൻ്റെ സാക്ഷ്യത്തിലേക്ക് തിരിച്ചു കാണുകയും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ എൻ്റെ സ്കൂൾ ഒത്തിരി അകലെയാണ്. ഞങ്ങള് ഒരു ഹൈസ്കൂളിൽ നിന്ന് ഒരു 7 മൈല് അകലെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം എൻ്റെ ചേച്ചി മൂത്ത ചേച്ചി എന്നെ കഴിഞ്ഞ് 8 വയസ്സ് മൂത്തതും, രണ്ടാമത്തെ ചേച്ചി 6 വയസ്സ് മൂത്തതും. അത് കഴിഞ്ഞാണ് ഞാനുണ്ടായത്. അപ്പൊ അവര് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഞാൻ 2-ാമത്തെ വയസ്സിൽ അവരുടെ കൂടെ ഇറങ്ങി ഓടുമ്പോഴത്തേക്കും കരഞ്ഞോണ്ട് ഓടുമ്പോൾ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ എന്നെ 2-ാമത്തെ വയസ്സിൽ കൊണ്ട് അടുത്തുള്ള ഒരു
നഴ്സറിയിൽ എന്നെ ഇരുത്തി. അവിടെ ഒരു ആശാൻ കളരി എന്ന് പറഞ്ഞ ഒരു പ്രായം 70 വയസ്സിൽ കൂടുതലുള്ളവര് ആശാനാണ് അവിടെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ എന്നെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ അക്ഷരങ്ങളെല്ലാം പഠിച്ചു. 1-ാം പാഠം കാണാപ്പാഠം എഴുതാനും വായിക്കാനും പഠിച്ചു. 2-ാം പാഠം പഠിച്ചു. 3-ാം പാഠം പഠിച്ചു. അപ്പൊ ആശാൻ പറഞ്ഞു, ഇനി ഇവിടെ പഠിപ്പിക്കാനൊന്നുമില്ല, എനിക്ക് കൊണ്ട് സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞു. ശരി, എന്നാ കൊണ്ട് ചേർക്കാൻ പറഞ്ഞ് എല്ലാരെയും 3-ാം ക്ലാസ്സിൽ വലിയ പരീക്ഷയാണ് കൊണ്ട് സ്കൂളിൽ ഇരുത്തുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൊണ്ടുപോയപ്പോ എന്നെയും കൂട്ടിക്കൊണ്ട് പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ഇവക്ക് അതിനുള്ള വയസ്സില്ല, അതുകൊണ്ട് ഞങ്ങൾ ചേർക്കുകയല്ലാന്ന് പറഞ്ഞ് തിരിച്ചു വിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ ഫാദർ പറഞ്ഞു, പിറ്റേ ദിവസം പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം ഫാദർ എന്നെയും കൂട്ടിക്കൊണ്ട് സ്കൂളിൽ കൊണ്ടുപോയി. കാരണം പിന്നെ എന്താ ചെയ്യുന്നത്? അപ്പൊ അവിടെ കൊണ്ടുവന്നിട്ട് 3-ാം ക്ലാസ് വലിയ പരീക്ഷയ്ക്ക് ഇരിക്കാൻ എത്ര വയസ്സ് വേണോ അതനുസരിച്ച് എന്നെ അവിടെ എഴുതി സ്കൂളിൽ ചേർത്തു. അങ്ങനെ 3-ാം ക്ലാസ്സിൽ വലിയ പരീക്ഷ എഴുതി. 4-ാം ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ അത്രയൊന്നും നടക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ വീട്ടിൽ കൊണ്ടേ ആക്കി. ഗ്രാൻഡ് ഫാദറിന്റെ വീട് അവിടെ കുറച്ച് അകത്താ. അപ്പൊ അവിടെ എന്നെ കൊണ്ട് അവിടെ ആക്കി. അപ്പോഴത്തേക്ക് അത് അങ്ങനെ കഴിയുമ്പോൾ ഞാൻ ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ, എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചുപോയി. എൻ്റെ ഫാദർ അവര് 8 മക്കൾ, അതിൽ 2-ാമത്തെ ആളാണ് എൻ്റെ ഫാദർ. എൻ്റെ ഫാദറിന്റെ വിവാഹം കഴിഞ്ഞ് പിള്ളേരുണ്ടാകുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചുപോയി. അപ്പോഴത്തേക്കും ഞാൻ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് ഒറ്റയ്ക്കാണ്, ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ. അങ്ങനെ താമസിച്ചോണ്ടിരുന്നപ്പം എൻ്റെ 7-ാമത്തെ വയസ്സില് ഞാനൊരു സ്വപ്നം കണ്ടു. അത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരനുഭവമാണ്. സ്വപ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ കിടക്കുകയാണ്. അപ്പം ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നു, ഞാൻ പിറ്റേ സൈഡിൽ കിടക്കുന്നു. അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ കാണുന്ന സ്വപ്നം എന്താണെന്ന് ചോദിച്ചാല്, എനിക്ക് ഇങ്ങനെ ഭാരമില്ല, ഞാനിങ്ങനെ ഒരു കാറ്റ് പോലെ ആയിപ്പോയി. എന്നിട്ട് ഞാനിങ്ങനെ മുകളിലേക്ക് പൊങ്ങി പോവുക. അങ്ങനെ കുറേ പൊങ്ങി ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ എന്റെ ശരീരം താഴെ കിടക്കുക. അപ്പം എനിക്ക് മനസ്സിലാവുക, ഓഹോ, ഞാൻ മരിച്ചുപോയി, അതുകൊണ്ടാണ് എനിക്ക് ഭാരമില്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്റെ ആലോചനയും എല്ലാ കാര്യങ്ങളും ഉണ്ട് എൻ്റെ കൂടെ, ശരീരം മാത്രം ഇല്ല, ഈ ഭാരം മാത്രം ഇല്ല. അപ്പൊ ഞാനിങ്ങനെ മുകളിലേക്ക് പോകും. അപ്പോഴത്തേക്കും എനിക്ക് ഒരു സമാധാനം ഇല്ലാതെ ഞാൻ എന്നെ ഓർക്കുന്നത്, ഞാൻ എവിടെയാ ചെന്നിരിക്കേണ്ടത്, അല്ല എവിടെയാണ് എനിക്കൊരു വിശ്രാന്തി കിട്ടുന്നത് എന്നിങ്ങനെ എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഓർക്കാണ്, ഓഹോ, ഞാന് പാപം ചെയ്ത് മരിച്ചുപോയി, ദൈവത്തെ അറിയാതെ ദൈവത്തോടു കൂടെ സമാധാനപ്പെടാതെ ഞാൻ മരിച്ചുപോയി. അതുകൊണ്ടാണ് എനിക്ക് ഈ സംഭവം, എനിക്കിപ്പം ഒരു ദൈവത്തിന്റെ അടുത്ത് ചെന്നെങ്കിൽ എനിക്ക് വിശ്രാന്തി കിട്ടുള്ളൂ. ഹലോ, ദൈവത്തിന്റെ അടുത്ത് ചെന്നെങ്കിലേ എനിക്ക് വിശ്രാന്തി കിട്ടുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി എനിക്ക് അറിയത്തില്ല. അന്ന് ഞാൻ അങ്ങനെയാണ് എൻ്റെ മനസ്സിലായത്. ചന്തു, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ദൈവത്തിന്റെ അടുത്ത് ചെന്നാൽ എനിക്കൊരു വിശ്രാന്തി സ്ഥലം കിട്ടും. അപ്പോഴത്തേക്കും എനിക്കുള്ള അനുഭവം ഞാൻ പറയാണ്. അനുഭവം എന്താണെന്ന് വെച്ചാല്, സമാധാനം എന്ന് പറയുന്നത് ഒരു ലേശം പോലും ഇല്ല. അപ്പൊ സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഓർത്ത, ഒരു പച്ച ഇല കണ്ടാൽ എൻ്റെ കണ്ണിന് എനിക്ക് കുറച്ച് സമാധാനം, എൻ്റെ ഹൃദയത്തിൽ സമാധാനം കിട്ടും. പക്ഷെ ഈ പച്ച ഇല കാണാനില്ല. പിന്നെ ഏതെങ്കിലും അനങ്ങുന്ന വസ്തുക്കൾ കണ്ടാൽ എനിക്ക് സമാധാനം കിട്ടും. അപ്പൊ അനങ്ങുന്ന വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ജീവനുള്ളതാണല്ലോ, പക്ഷെ അങ്ങനെ ഒരു സാധനം എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ നോക്കും, എന്തേലും പശുക്കളോ പക്ഷികളോ അങ്ങനെയുള്ള ജീവനുള്ള എന്തേലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൃദയത്തിന് ഒരു സമാധാനം കിട്ടും. പക്ഷെ അതെനിക്ക് കാണാൻ പറ്റുന്നില്ല. വെള്ളം കണ്ടാൽ എനിക്ക് സമാധാനം കിട്ടും, പക്ഷെ വെള്ളം കാണുന്നില്ല. അപ്പം മരിച്ചു കഴിഞ്ഞ് ഈ ആത്മാവിനുള്ള സ്ഥിതി എന്താണെന്ന് എനിക്ക് അന്ന് എൻ്റെ അനുഭവം അതാണ്. അങ്ങനെ ഭയങ്കരമായ ഒരു അനുഭവത്തെ ഞാൻ നിൽക്കുവാണ്. അത് ഞാൻ ഇങ്ങനെ കാറ്റത്ത് എൻ്റെ കൺട്രോളിലല്ലാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് എങ്ങനെ വെച്ചാൽ ഒരു മരുഭൂമി പോലെയാണ് കാണുന്നത്. ആ മരുഭൂമി, താഴെ മരുഭൂമി, മുകളിൽ കൂടെ ഇങ്ങനെ ഞാനിങ്ങനെ സഞ്ചരിക്കുക. അങ്ങനെ കുറെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അകലെയോ ഏതോ അനങ്ങുന്ന പോലെ തോന്നി എനിക്ക്. അപ്പൊ ഞാൻ പറയും, അവിടെ ആരെങ്കിലും ഉണ്ട്, അതുകൊണ്ടല്ലേ അനങ്ങുന്നത്. അപ്പൊ അവരുടെ അടുത്തേക്ക് പോകാൻ നോക്കി ഞാനിങ്ങനെ സ്പീഡിൽ കാറ്റ് പോലെ ഇങ്ങനെ പോകുന്നു. ദൂരം നോക്കുമ്പോ അത് പിശാചിന്റെ കൂട്ടമാണ്. ആ പിശാചിന്റെ കൂട്ടം കൂടി നിന്ന് എന്തൊക്കെയാ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരുപക്ഷെ ഞാൻ അവരുടെ കണ്ണിൽ പെട്ടാൽ, അവരെന്നെ കണ്ട അവരെന്നെ പിടിച്ച് അവരുടെ കൂട്ടത്തിലാക്കും. പിന്നെ എനിക്ക് ഒരിക്കലും വിടുതൽ കിട്ടുകയില്ല.
എന്നോർത്തോണ്ട് ഞാൻ പെട്ടെന്ന് അവരുടെ കണ്ണിൽ പെടണമെന്ന് ഓർത്തോണ്ട് പുറകോട്ട് തിരിഞ്ഞ് ഇങ്ങനെ കാറ്റ് പോലെ ഞാനിങ്ങനെ പാഞ്ഞു പോവുക. അങ്ങനെ പാഞ്ഞു ചെന്ന ഒരു ഭയങ്കര കൂറ്റാക്കൂറ്റി ഇരുട്ടാണ്. അതൊരു കാട് പോലെ തോന്നുമെങ്കിലും ഇലയോ അങ്ങനെയുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല. വലിയ വലിയ മ്രാണുള്ളത് പോലെ തോന്നുന്നുണ്ട്. ആ ഇരുട്ടിനകത്തേക്ക് ഞാനിങ്ങനെ കേറിപ്പോയി എന്ന് ആ പിശാചുകൾ എന്നെ കാണാതിരിക്കാൻ. അതിനകത്തേക്ക് കയറി ചെന്ന് ഞാൻ നോക്കുമ്പം അവിടെ കാണുന്നതെന്നു വെച്ചാല് ഒരു 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ ആ കാട്ടിൽ കയറി ആ ഇരുട്ടിൽ കയറി ഇരിക്കുക. അപ്പൊ ഞാൻ ഓർക്കുവാണ്, ഇതെന്താ ഈ മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നേ എന്ന് ഓർക്കുക. അപ്പൊ എനിക്ക് മനസ്സിലാക്കുവാണ്, ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അയാള് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നതാ. അവിടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അപ്പം ഞാന് ഇയാളോട് പറയുകയാണ്, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. കാരണം മരിച്ചു കഴിഞ്ഞാണ് ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മരിച്ചു കഴിഞ്ഞാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും സമസ്യകളും പ്രശ്നങ്ങളെല്ലാം വന്ന് ഒരാളുടെ മീതെ വീണാൽ പോലും മരിച്ചു കഴിഞ്ഞ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ ചെറുതാണത്. അതുകൊണ്ട് നിങ്ങൾ മരിക്കരുത്. നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് യേശുവേ എന്നൊരു പേര് വിളിക്ക്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിന്നും ആ യേശു വിടുവിച്ച് നിങ്ങൾക്കൊരു നല്ല ജീവിതം തരും എന്ന് ഞാൻ അയാളോട് പറയുക. പക്ഷേ അയാൾക്ക് കേൾക്കത്തില്ല. കാരണം ഞാൻ മരിച്ചു പോയതാണ്, ഞാൻ ആത്മമാത്രമാണ്, പുള്ളിക്കാരൻ എന്നെ കാണത്തില്ല, ഞാൻ പറയുന്നിട്ട് കേൾക്കത്തുമില്ല. അങ്ങനെ ഞാൻ വിഷമിച്ച് നോക്കി നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ എന്റെ മുൻപിൽ തന്നെ ആത്മഹത്യ ചെയ്ത് മരിച്ചു. ഈ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ദൈവം എന്നോട് സംസാരിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുകയാണ്. ഇതാണ് പാപം ചെയ്ത് ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള അനുഭവം. ഇതാണ്, ആത്മാവ് ദൈവത്തിന്റെ അടുത്തേക്ക് പോവുകയല്ല, ദൈവത്തിന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി അറിയത്തില്ല. രണ്ടാമത് എന്താന്ന് വെച്ചാല് ഈ ലോകത്തിന് ഉള്ള ഏത് പ്രശ്നമാണേലും മരിച്ച് കഴിഞ്ഞുള്ള പ്രശ്നത്തെക്കാൾ ചെറുതാണ്. മൂന്നാമത് എന്താന്ന് വെച്ചാല് ദൈവത്തെ കുറിച്ച് പറയണമെങ്കിൽ, സുവിശേഷം പറയണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. മരിച്ചു കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ 3 വിഷയം എന്നോട് ദൈവം സംസാരിച്ചു. ഈ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെന്തോ ഭയങ്കര സങ്കടം വന്നിട്ട് ഞാൻ അങ്ങോട്ട് ഉറക്കെ കരഞ്ഞപ്പോഴത്തേക്കും അപ്പൊ എന്റെ വലിപ്പച്ചൻ എഴുന്നേറ്റിട്ട് എന്താ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇതെല്ലാം പറയാൻ സമയമില്ലാത്തത് ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൊ നീ മരിച്ചുപോയില്ല എന്ന് പറഞ്ഞ് അവര് സമാധാനിപ്പിച്ചു. പക്ഷെ എന്റെ ജീവിതത്തിൽ അത് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 4ാം ക്ലാസ്സായി, 5ാം ക്ലാസ്, 6, 7 പഠിച്ചു. അപ്പൊ സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ആയിരുന്നു എന്റെ ഫ്രണ്ട്സ്. അപ്പൊ അവരോടുകൂടെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ആക്റ്റീവായിട്ട് സ്കൂളിൽ ഭയങ്കര കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയി. ഈ സ്വപ്നവും മറന്നുപോയി, എല്ലാം മറന്നുപോയി. ഞാൻ ഇവരുടെ കൂടെ കൂട്ടും കൂടി ലോകപരമായിട്ട് ഇങ്ങനെ കളികളിലും കാര്യങ്ങളിലും എല്ലാം ഏർപ്പെട്ട് അങ്ങനെ ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴത്തേക്ക് എന്റെ ആലോചന എന്താന്ന് ചോദിച്ചാല്, അപ്പൊ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പോകും, പള്ളിയിലൊക്കെ പോകുമല്ലോ. അപ്പൊ എന്റെ ആലോചന എന്താന്ന് ചോദിച്ചാല്, ആക്ച്വലി ദൈവമൊന്നും ഇല്ല. പക്ഷേ കൊച്ചിനെ ഇങ്ങനെ ജനിക്കുമ്പോഴേ അവരുടെ മാതാപിതാക്കന്മാര് അവരെങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുക ഫലാന ദൈവമാണെന്ന്. എന്നോട് പറഞ്ഞു, എന്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് പറഞ്ഞു യേശു ക്രിസ്തു ദൈവമാണെന്ന്. ഇനി ഒരു കൂട്ടുകാരോട് അവരുടെ മാതാപിതാക്കൾ വേറെ വിശ്വാസമുള്ളതുകൊണ്ട് അവർ അതാണെന്ന് പറയും. അങ്ങനെ കാരണവന്മാര് പറഞ്ഞ് പിള്ളേരെ കൊച്ചിനെ തന്നെ പഠിപ്പിക്കുക, അല്ലാതെ ദൈവമൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. അങ്ങനെ ഒരു ഇതാണ് എന്റെ 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴുള്ള എന്റെ ആലോചന അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു. ആ സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. അതിനു മുമ്പ് അത് കൊച്ചു തന്നെ 5, 6ലൊക്കെ പഠിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അതെന്താന്ന് വെച്ചാല്, എന്റെ അമ്മ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഈ അമ്മയുടെ മീതേക്ക് ആകാശത്തിൽ നിന്ന് തീയും പുകയും എല്ലാം കൂടെ വന്ന് അമ്മയുടെ മീതെ വീണിട്ട് അമ്മ അങ്ങ് മരിച്ചുപോയി. അപ്പൊ അതൊരു തീയും പുകയെന്ന് പറഞ്ഞാൽ പിശാച് ചെയ്തതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോഴത്തേക്കും അമ്മ മരിച്ചു പോയതായിട്ട്, അമ്മ നശിച്ചു പോയതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ അമ്മ ഞങ്ങൾക്ക് വേണം, എന്റെ അമ്മയ്ക്ക് അങ്ങനെ സംഭവിക്കരുത്, എന്റെ അമ്മ മദ്യത്തിൽ മരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല, അമ്മ ജീവനോടെ വേണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ മറന്നുപോയി. പക്ഷേ അമ്മയ്ക്ക് അസുഖം തുടങ്ങി. പക്ഷെ എനിക്കത് അന്നും ഈ എന്റെ സ്വപ്നവും അതുമായിട്ട് ബന്ധപ്പെട്ട് ആ വിവരങ്ങൾ എനിക്കറിയില്ല. അമ്മയ്ക്ക് അസുഖം തുടങ്ങിയിട്ട് ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടും അമ്മയുടെ അസുഖം കുറയുന്നില്ല. അസുഖം എന്താന്ന് ചോദിച്ചാല് അമ്മയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പം ഈ ഹൃദയത്തിന്റെ ഇടിപ്പ് അങ്ങ് കൂടും. കൂടിയിട്ട് ടപ്പ 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 ടപ്പാന്ന് ഈ ഹൃദയം അങ്ങോട്ട് ഇടിക്കും. ഇടിച്ചിട്ട് ഹൃദയം മാത്രമല്ല, എവിടെയെല്ലാം നാഡിയിടിപ്പുണ്ടോ അതെല്ലാം നമുക്ക് ഒരു 1/2 കിലോമീറ്റർ ദൂരം നിന്നാലും കാണാം. ഇപ്പൊ ഈ കയ്യില് ഈ കഴുത്തിന് ചുറ്റും പല ഭാഗങ്ങളില് വയറില് നെഞ്ചല് എവിടെയെല്ലാം നാഡിയിടിപ്പുണ്ടോ അതെല്ലാം നമുക്ക് പുറമേ നിന്ന് കാണാം. അങ്ങനെ ഒരു മെഷീൻ പ്രവർത്തിക്കുന്ന പോലെ ശരീരമൊക്കെ പ്രവർത്തിച്ച് ഈ നാഡിയിടിപ്പെല്ലാം ഈ നാഡികളെല്ലാം ഇടിക്കുന്ന നമുക്ക് കാണാം, പുറത്തുനിന്ന് കാണാം. അങ്ങനെ ശക്തമായിട്ട് ഇടിച്ചു കഴിഞ്ഞ് പിന്നെ അമ്മ അങ്ങ് ക്ഷീണിച്ച് അവശയായി പോകും. ഇങ്ങനെ പല പ്രാവശ്യം അപ്പം രാത്രിയിലായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. ഈ രാത്രി ഉണ്ടാകുമ്പോഴത്തേക്കും ഫാദർ ഞങ്ങളെ ആരെയും വിളിക്കാല. ഫാദർ എഴുന്നേറ്റ് ചൂട് പിടിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, തിരുമ്മി കൊടുക്കുന്നു. അങ്ങനെ ഫാദർ രാത്രി എല്ലാം അവര് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇരുന്ന് നേരം വിളിക്കുമ്പോഴത്തേക്കും അമ്മ ഭയങ്കര അവസ്ഥയായിരിക്കും. അപ്പം ചാച്ചൻ പറയും അമ്മയ്ക്ക് രാത്രി സുഖമില്ലായിരുന്നു എന്ന് പറയും. അങ്ങനെ പലപ്പോഴും പകലുണ്ടാകും, പലപ്പോഴും ഇങ്ങനെ രാത്രി ഉണ്ടാകും. അങ്ങനെ ഈ അമ്മേനെ ചികിത്സിക്കണം. പിന്നെ എൻ്റെ ചേച്ചി, എൻ്റെ നേരെ മൂത്ത ചേച്ചി ടീച്ചേഴ്സ് ട്രെയിനിങ് ചെയ്യണം. ഇതിനെല്ലാം സാമ്പത്തികമായിട്ട് ഒത്തിരി കഷ്ടപ്പാട് വന്നതുകൊണ്ട് എൻ്റെ ഫാദറിനെ ചോദിച്ചാൽ ഫാദർ സമ്പാദിച്ച അവിടെയുള്ള നല്ല ആദായമുള്ള 1 ഏക്കർ സ്ഥലം, കുരുമുളകും കാപ്പി അങ്ങനെ എല്ലാം ഉള്ള ഒരു സ്ഥലം അങ്ങ് വിറ്റിട്ട് എൻ്റെ ഫാദറിന് അവരുടെ ഗ്രാൻഡ് ഫാദർ കൊടുത്ത സ്ഥലത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് അവർ വന്ന് താമസിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവിടെ വീടുണ്ടാക്കണമല്ലോ. വീട് അപ്പോഴേ ഉണ്ടാക്കാതെ തറവാട്ടില് വല്യപ്പച്ചനും ഞാനും മാത്രമല്ല, ഇവരുടെ കൂടെ താമസിച്ചുകൊണ്ട് അവിടെ സ്ഥലമെല്ലാം വെറുതെ എടുക്കും. ആ സ്ഥലത്തെല്ലാം പണി ചെയ്ത് അവിടെ വീടും ഉണ്ടാക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഇവരെ ഫാദറിനെ നോക്കാം, ഇവരും പ്രായമായിട്ടിരിക്കില്ല എന്നുള്ള നല്ല ഉദ്ദേശത്തോടെ ഫാദർ അവിടെ തന്നെ എഴുതി വെച്ചു. അതെല്ലാം വിറ്റ് കുറെ കുരുമുളകും നെല്ലും കപ്പയും ആടും പശുവും എല്ലാമായിട്ട് അവര് 8ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ അവര് ഗ്രാൻഡ് ഫാദറിന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ വന്ന് കുറെ നാള് ജീവിച്ചു കഴിഞ്ഞ് അപ്പൊ ഇവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ വലിയ ഫലഭൂയിഷ്ടമായ സ്ഥലമല്ല. അതുകൊണ്ട് അതിനകത്ത് ഇവർ പണിത് ഈ ഇവർ കൊണ്ടുവന്ന ധനവും എല്ലാ സാധനങ്ങളും തീർന്നുപോയി കഴിഞ്ഞ് ഇച്ചിരി കഷ്ടവും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഫാദറിന്റെ അനിയൻ ഈ പൊളിറ്റിക്സുകാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം, നിങ്ങളിവിടെ താമസിക്കാൻ പറ്റത്തില്ല, ഇത് തറവാടാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര കഷ്ടം, മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. ഇങ്ങനെയെല്ലാം ആയപ്പോ എൻ്റെ മനസ്സ് ഭയങ്കര ചിന്തയാ. ഞാൻ അന്നേരത്തേക്ക് അപ്പൊ 7ാം ക്ലാസ് വരെ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് നടന്നെങ്കിലും 8ലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തിനാ ഇങ്ങനെ മനുഷ്യനിങ്ങനെ ചിന്തിക്കുന്നത്, അസൽ മനുഷ്യൻ എന്തിനാ ജനിച്ചത്, എന്തിനാ ജീവിക്കുന്നത്, എന്തിനാ മരിക്കുന്നത്, ഇതെല്ലാം ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളല്ലേ. മനുഷ്യന് ജനിച്ചു ജീവിക്കും, എത്രയോ സമ്പാദിച്ചാലും പെട്ടെന്ന് തന്നെ അവർ എന്നും മരിക്കുന്നു ആർക്കും അറിയില്ല. എത്രയോ ചേട്ടനന്മാരൊക്കെ പിടിച്ചു മേടിച്ചൊക്കെ സമ്പാദിക്കുന്നവരുണ്ട്. പക്ഷെ എന്നും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഒന്നും കൊണ്ടുപോവുകയല്ലോ. പിന്നെ ഇങ്ങനെ ഒത്തിരി ചിന്തകളാണ് എൻ്റെ ജീവിതത്തിൽ, ക്വസ്റ്റ്യൻ മാർക്കുകളാ. ജീവിതം എന്ന് പറഞ്ഞാൽ മൊത്തം ക്വസ്റ്റ്യൻ മാർക്കുകളാ. അപ്പൊ ഇതിന്റെ കൂടെ ഇവരുടെ ചേട്ടനന്മാരുടെ വഴക്കുകളും കണക്കുകളും ഇതെല്ലാം എന്നെ ഭയങ്കരമായിട്ടൊക്കെ തകർത്തോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞ് പിന്നെ ഇവരെന്നു വെച്ചാൽ ഇവിടെ അവർക്ക് അന്നുള്ള ഞങ്ങൾ വലിയ പൊളിറ്റിക്സുകാരാണ്, ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്നവരാണ്, അതുകൊണ്ട് ഇവരെ ഇവിടെ ഇറക്കി വിടണം. അപ്പൊ അവിടുന്ന് ആൾക്കാരൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു, ഏത് പഞ്ചായത്തുകാരൊക്കെ കൂട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റെ ബാധ്യതയാണ്, എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ അപ്പനാണെന്നുള്ള രീതി ചെറുപ്പം മുതലേ രാത്രിയും പകലും കഷ്ടാജീവിയാണ് എൻ്റെ ഫാദർ. കഷ്ടപ്പെട്ട് ഇവരെയൊക്കെ വളർത്തിയതും ഇവരെയൊക്കെ കല്യാണം കഴിച്ചതും ഒക്കെ എൻ്റെ ഫാദറാണ്. പക്ഷെ അവർക്കതൊന്നും മനസ്സിലില്ല അങ്ങനെ പ്രവർത്തിച്ചത്. പക്ഷെ ഫാദർ ഒരിക്കൽ പോലും അവരുടെ സഹോദരങ്ങളുടെയോ ആരുടെ ഒരു കുറ്റമോ അങ്ങനെ വിഷമിക്കുന്നതായിട്ടോ ഞങ്ങളുടെ മുമ്പിൽ കാണിക്കല, ഒരു കുറ്റവും പറയല. അങ്ങനെയാണ് ഫാദർ. പക്ഷെ ഞങ്ങൾക്ക് ഇത് കുറെയൊക്കെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം പൊളിറ്റിക്സുകാരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇവരെ എങ്ങനെയാലും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വേണം, അതാണ് അവരുടെ ഉദ്ദേശം.
അപ്പൊ ചാച്ചൻ സംസാരിച്ചു, ഞാനിപ്പോ ഈ പിള്ളേരെ കൊണ്ട് ഇത്രയും പിള്ളേരെ കൊണ്ട് ഞാനിവിടെ ഇങ്ങനെ കഴിയുവാൻ ഞാൻ വന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് എന്റെ ഫാദർ ഒറ്റയ്ക്ക് താമസിക്കുമോ, പ്രായമായി, അപ്പൊ അവർക്കും കൂടെ ഒരു സഹായമായിട്ട് നിൽക്കാം, ഈ പറമ്പെല്ലാം വെറുതെ കിടക്കും, അതൊക്കെ പണിയെടുക്കാം എന്നുള്ള നല്ല ഉദ്ദേശത്തോടെ ഞാൻ വന്നത്. പക്ഷെ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, പക്ഷെ എന്റെ സ്ഥലത്ത് ഒരു വീട് ഉണ്ടാക്കുന്നവരോട് നിങ്ങൾ എനിക്ക് അനുവാദം തരണമെന്ന് ചാച്ചനോട് സംസാരിച്ചപ്പം അവര് ഞങ്ങളുടെ കൊച്ചുങ്ങളെ വഴക്കുണ്ടാക്കിക്കൊണ്ട് പോയി. അവരിപ്പൊ എങ്ങോട്ടാ ഇറങ്ങിപ്പോകുന്നത്, അവര് വീടുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അവരങ്ങനെ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് അത് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 9ാം ക്ലാസ്സിലേക്ക് വന്നു. 9ാം ക്ലാസ്സിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവരെ ഈ സ്ഥലം വീതം വെച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് പിന്നെ എല്ലാം വീതം വെച്ചു. വീതം വെച്ചപ്പോഴും എന്റെ ഫാദറിന് ഏറ്റവും അതിനകത്ത് മോശമായ സ്ഥലമാണ് അവർ വീതം വെച്ചു കൊടുത്തത്, ഗ്രാൻഡ് ഫാദർ. കാരണം എന്റെ ഫാദറാണെങ്കിൽ ആരും പരാതി പറയല, ഫാദറിനെതിരായിട്ടൊന്നും പറയല, ആരോടും ഒരു കംപ്ലൈന്റ് പറയല. അതുകൊണ്ട് അങ്ങനെ കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് അപ്പത്തേക്കും അവർ തമ്മിൽ കുറച്ച് മാനസികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. വേറൊരു കൊച്ചപ്പ എന്റെ ചാച്ചനെയാണ് ഞങ്ങളോട് സംസാരിക്കാതെയായി. ഇങ്ങനെയെല്ലാം ഭയങ്കര വിഷമമായപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒത്തിരി ആലോചനയിലായി. എന്തിനാ ജീവിക്കുന്നത്, എന്തിനാ ജനിച്ചേ എന്നുള്ള ഭയങ്കര ടെൻഷന്, ഡിപ്രഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എല്ലാവരും കിടന്നുറങ്ങി. ഒരു ദിവസം രാത്രി എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ വീട്ടിലാണ്. രാത്രി ഞാൻ കിടന്ന് ഉറങ്ങുക, എല്ലാവരും കിടന്നുറങ്ങി, ഞാൻ എഴുന്നേറ്റിരിക്കുക. എഴുന്നേറ്റ് നിന്നിട്ട് ഞാനിങ്ങനെ ചോദിക്കുക, ഒരു പക്ഷെ അപ്പൊ നമ്മൾ പള്ളിയിൽ പോയി ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഞാനങ്ങനെ ഓർക്കാണ്, ഒരു പക്ഷേ ഇങ്ങനെ ദൈവമാണ് സൃഷ്ടിച്ചത് മനുഷ്യനെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നില്ല, ഇത്രയും ഞാൻ ആലോചിച്ച് എനിക്കൊരു ഉത്തരം കിട്ടാതെ ഞാനൊരു വിഷമിക്കുമല്ലേ, എന്നെ സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കത്തില്ലേ, എനിക്കൊരു സമാധാനം തരത്തില്ലേ എന്നിങ്ങനെ ഞാനിങ്ങനെ എഴുന്നേറ്റിരുന്ന് പറയുക, ചിന്തിക്കുക. എല്ലാവരും കിടന്നുറങ്ങുക. ആ സമയത്ത് ഞാനൊരു സ്വരം കേട്ടു. സ്വരം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അധികാരത്തോടെയാണ്, നല്ല അധികാരമോ അത് എനിക്ക് പറയാൻ പറ്റത്തില്ല, എന്നാൽ അതോടുകൂടെ സ്നേഹമുണ്ട്, കരുതലും ഉണ്ട്. ആ സ്വരത്തില്, ജീവനുള്ള ദൈവത്തോട് സംസാരിക്കാൻ നീ ആരാന്ന്, ജീവനുള്ള ദൈവത്തോട് സംസാരിക്കാൻ നീ ആരാ എന്ന് ചോദിച്ചു. ആ സ്വരം കേട്ട ഉടനെ തന്നെ എന്റെ മനസ്സിലൊരു എന്തോ ഒരു മാറ്റം വന്നിട്ട് പിന്നെ ഞാൻ കാണുന്നത് യേശുവിന്റെ സ്വഭാവം എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ജീവനുള്ള ദൈവത്തോട് സംസാരിക്കാൻ നീ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്നത് യേശുവിന്റെ സ്വഭാവം എല്ലാം എന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ട് യേശു ദൈവമായിരുന്നിട്ടും എന്തോരം താഴ്മയോടെ മനുഷ്യരെ സ്നേഹിച്ചു, മനുഷ്യരെ പോലെ ജീവിച്ചു, മനുഷ്യരെ പോലെ തിന്നു, മനുഷ്യരെ പോലെ ഉറങ്ങി, എല്ലാ കാര്യങ്ങളിലും പാപം ഒഴികെ എല്ലാം മനുഷ്യരെ പോലെ തന്നെ ചെയ്തു. എന്നിട്ട് മനുഷ്യർക്ക് നന്മ മാത്രമേ ചെയ്തുള്ളൂ. രോഗികൾക്ക് സൗഖ്യം നൽകി, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി, കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുത്തു, കേൾവില്ലാത്തവർക്ക് കേൾവി കൊടുത്തു, മുടന്തന്മാരെ നടത്തി. ഇങ്ങനെ യേശുവിന്റെ സ്വഭാവങ്ങളെല്ലാം എനിക്കിങ്ങനെ മനസ്സിലേക്ക് വന്നിട്ട് അങ്ങനെ നന്മ മാത്രം ചെയ്ത യേശുവിനെ ലോകം പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് മനുഷ്യരെല്ലാം കൂടെ പറയുന്നത് ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, ഞങ്ങൾക്ക് വലിയ കള്ളനുമായ ബറബ്ബാസിനെ വിട്ടു തന്നേരെ, യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് യേശുവിനെ ചെയ്ത പാടുകളും ആ കഷ്ടപ്പാടുകളും, യേശുവിന്റെ മുഖത്ത് ഇങ്ങനെ ഇടിക്കുന്നതും, യേശുവിന്റെ മുഖത്തൊന്ന് രോമം ഇങ്ങനെ വലിച്ചു പറിക്കുന്നതും, ഇങ്ങനെ അപ്പൊ യേശു ക്ഷമിക്കുന്നത്, യേശു അത്രയും എല്ലാം സഹിച്ചിട്ട് യേശു പറയുകയാണ്, ഇവരെന്നതാ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണേന്ന് പ്രാർത്ഥിക്കുന്ന, അതെല്ലാം എന്റെ മനസ്സിലേക്ക് ഇങ്ങ് വന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഞാൻ ഇച്ചിരി നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര അഹങ്കാരമുണ്ട്. പിന്നെ എന്റെ കൊച്ചുമ്മളൊക്കെ എന്റെ ചാച്ചനോട് മിണ്ടുന്നില്ല, എന്നെ സഹകരിക്കുന്നില്ല എന്നുള്ള അസൂയുണ്ട്, കുസുമ്പുണ്ട്. എന്റെ മനസ്സ് യേശുവിന്റെ മനസ്സിനോട് യാതൊരു യോജിപ്പും ഇല്ല. എന്റെ സ്വഭാവം വേറെ, യേശുവിന്റെ സ്വഭാവം വേറെ. യേശുവിന്റെ സ്വഭാവം എന്റെ സ്വഭാവമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് അപ്പൊ എന്നോട് തന്നെ എനിക്കൊരു വെറുപ്പ് തോന്നുക, എന്റെ സ്വഭാവം ഇത്രയും ഇതാണല്ലോ, എന്റെ സ്വഭാവം ഒരു വൃത്തികെട്ടതാണ്. യേശുവിന്റെ സ്വഭാവം എത്രയോ നിർമ്മലവും പരിശുദ്ധമായിട്ട് എനിക്ക് കാണണം. അപ്പോഴത്തേക്കും
എനിക്ക് യേശുവിന് മുമ്പിൽ നിൽക്കാനുള്ള യാതൊരു യോഗ്യതയില്ല, അർഹതയില്ല, ചോദിക്കാനുള്ള ഇതുമില്ല, അധികാരമില്ല, ഒന്നുമില്ല. കാരണം ഞാൻ പാപത്തിൽ വീണ് കിടക്കാണ്, യേശു പരിശുദ്ധനാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, യേശുവേ എന്നോട് ക്ഷമിക്കണേ 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 എന്ന് ഞാൻ ഇങ്ങനെ യേശുവിനോട് ക്ഷമ ചോദിച്ചോണ്ടിരിക്കുക. ക്ഷമ ചോദിച്ചോണ്ടിരുന്നിട്ടും ഒരു രക്ഷയില്ല. കാരണം ക്ഷമിച്ചാലും എന്റെ ഹൃദയം അത് തന്നെയല്ലേ. അപ്പൊ ഞാൻ പിന്നെ യേശുവിനോട് അപ്പോഴത്തേക്കും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ നിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും എനിക്ക് ആ രീതിയിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. ഞാൻ വേറെ, യേശു വേറെ. അതുകൊണ്ട് യേശു എന്റെ ഹൃദയത്തിലേക്ക് യേശു തന്നെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുവാണെങ്കിൽ ആ യേശുവിന്റെ സ്വഭാവം പോലെ പ്രവർത്തിക്കണം, ഞാൻ പ്രവർത്തിക്കണം. അല്ലാതെ എന്റെ ഹൃദയം അല്ല, യേശു എന്നിൽ വന്ന് ജീവിച്ചിട്ട് യേശു തന്നെ എന്നെ നടത്തണം. യേശുവേ എന്നിലേക്ക്, ഇല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല, എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ യേശുവോട് പറയാം, യേശുവേ നീ എന്നിലേക്ക് വരണേ, എന്നിലേക്ക് വരണേ, നീ വന്ന് എന്നിൽ വസിക്കണേ, എന്നെങ്കിലും അല്ലാതെ എനിക്ക് എന്റെ ഈ ഹൃദയം ഈ ജീവിതം മാറുകയില്ല എന്നിങ്ങനെ ഞാൻ യേശുവിനോട് കരഞ്ഞ് കേഴുവാണ്. കേണോണ്ടിരിക്കത്തേക്ക് ഞാനിങ്ങനെ കാണുവാണ്, ഒരു മഞ്ഞിനേക്കാൾ വെണ്മയായ ഒരു വസ്ത്രം എനിക്ക് കാണത്തുള്ളൂ. വസ്ത്രം എന്ന് പറഞ്ഞാൽ വസ്ത്രമല്ല അത്, പക്ഷെ വസ്ത്രമാ, അത് മഞ്ഞ് പോലെ ഇങ്ങനെ ചെറിയ കാറ്റത്ത് ഇങ്ങനെ ആടുന്നത് പോലെ ഈ വസ്ത്രം ഇങ്ങനെ ഇറങ്ങി വരുക. ആ വസ്ത്രം ധരിച്ച മനുഷ്യനാണ്, പക്ഷെ എനിക്ക് മുഖമൊന്നും കാണുന്നില്ല. മൊത്തം സ്നേഹമാണ്, സ്നേഹം മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അത് നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും വർണ്ണിക്കാൻ പറ്റിയില്ല. അമ്മയുടെ സ്നേഹമൊന്നും അതിന്റെ 1% പോലും ഇല്ല. ഏറ്റവും വലുത് അമ്മയുടെ സ്നേഹമാണ്, അപ്പന്റെ സ്നേഹമാണ്. അതുപോലും യേശയുടെ സ്നേഹത്തോട് നോക്കുകയാണെങ്കിൽ 1% പോലും ഇല്ല. അത്രയും ഭയങ്കര സ്നേഹമാണ്, സ്നേഹം മാത്രമാണ്. അപ്പം ഇങ്ങനെ ഒരു മഞ്ഞ് പോലെ ഇറങ്ങി വരും. അപ്പൊ ഞാൻ പറഞ്ഞു, യേശുവേ എന്നിലേക്ക് വരണേ, എന്നിലേക്ക് വരണേ, ഇങ്ങനെ പറഞ്ഞു കിടന്നു ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ കണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ, ഞാനിങ്ങനെ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ഞാൻ കിടന്നു ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റു. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ പരിസ്ഥിതി എന്താണെന്ന് വെച്ചാല്, തറവാട് നല്ല വീടാണെങ്കിലും അതിന്റെ അടുക്കള ചാർത്തായിട്ടാണ് എടുത്തേക്കുന്നത്. ആ ചാർത്തായിട്ട് എടുക്കുമ്പോൾ മഴ വന്നാല് ഈ വെള്ളമെല്ലാം ഈ അടുക്കളയിലേക്ക് വീഴും. ആ അടുക്കളയിലേക്ക് വീഴുന്നത് കൊണ്ട് ഈ പാചകമൊക്കെ ഉണ്ടാക്കാൻ കഷ്ടപ്പാടാണ്. അപ്പോഴത്തേക്കും പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ അത് മഴക്കാലമാണ്. എനിക്കാണ് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് തുള്ളി കളിച്ച് ഡാൻസ് ചെയ്യണം, അത്ര സന്തോഷത്തോടെയാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ ഉടനെ ഞാൻ പറമ്പിലേക്ക് പോയിട്ട് ഈ സ്ഥലമെല്ലാം വെറുതെ എടുക്കല്ലേ, അതിൽ കൂടെ ഭയങ്കര ഉറക്ക പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ആനന്ദിച്ച് നടന്നിട്ട് അതിന്റെ ആ കിടന്നുറങ്ങുന്നതിന് മുമ്പ് വരെ എനിക്ക് 2 വർഷമായിട്ട് ഭയങ്കര ദുഃഖമാണ്. അപ്പൊ എല്ലാരും എന്നോട്, നീ എന്നാ ഈ വലിയോർ ആലോചിക്കുന്ന പോലെ ആലോചിക്കുന്നതല്ല. അപ്പൊ അതിന് മുമ്പ് ഇങ്ങനെ എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷം നടന്ന ആള് ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് എല്ലാവരും ഇരുന്ന് എനിക്ക് എന്നാ പറ്റിയെന്ന് ചോദിക്കും. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ദൈവത്തോട് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോഴത്തേക്കും സന്തോഷം. പിന്നെ എനിക്കെന്നു ചോദിച്ചാല്, അന്ന് വരെ കിടന്നുറങ്ങുന്ന വരെ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. എന്താണ് ഇങ്ങനെ, എന്താണ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ എപ്പോ യേശു എന്നെ ദർശിച്ചോ, ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് എല്ലാം ആൻസറാ. എന്ത് പ്രശ്നങ്ങൾ മനുഷ്യർക്കുണ്ടെങ്കിലും അവർക്ക് ഞാൻ ആൻസർ കൊടുക്കണം. ഞാൻ പറയണം അവരോട്, പറയണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ പരിഷ്കാരം വന്നിരിക്കും. അങ്ങനെയുള്ള ആൻസറുകളാണ് ഞാൻ നിറഞ്ഞുപോയി. അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി, എനിക്ക് അടക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ എന്റെ ഇളയ 3 പിള്ളേരുണ്ട്, ഒരു അനിയത്തി 2 ആങ്ങളമാര്. അവരെ വിളിച്ചിട്ട് ഞാൻ പായ ഇട്ടിട്ട് ഇത് പറഞ്ഞു, ഇങ്ങനെ യേശു എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എങ്ങോ അകലെ എപ്പോഴോ ഒരു ദൈവമല്ല. ദൈവം നമ്മളെ എപ്പോഴും കാണുന്നുണ്ട്, നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ആലോചനകൾ പോലും ആ ദൈവത്തിന് അറിയാം. അല്ലാതെ നമ്മുടെ വാക്കുകളൊക്കെ ദൈവം കേൾക്കുന്നുണ്ട്, അല്ലാതെ ദൈവം എവിടെയോ ഉള്ളവരാണ് എന്ന് പറഞ്ഞ് ഞാൻ ഈ പിള്ളേരെ ഈ വാസ്തവം മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അവരോട് സംസാരിച്ച് പിന്നെ ഞാൻ അടുത്തുള്ള വീടുകളിലുള്ള പിള്ളേരോടെല്ലാം പിന്നെ അങ്ങനെ സുവിശേഷം പറയാനായിട്ട് തുടങ്ങി. അപ്പം പിന്നെ എന്റെ ജീവിതത്തിൽ ഒന്ന് മാറ്റം എന്താണെന്ന് വെച്ചാൽ, അപ്പോഴത്തേക്കും ഇങ്ങനെ ഈ അടുക്കളൊക്കെ ഇങ്ങനെ മഴവെള്ളം വന്ന മഴവെള്ളം മൊത്തം അടുക്കള കഷ്ടപ്പാട്. അപ്പൊ എന്റെ മൂത്ത ചേച്ചിയാണ് വീട്ടിലെ എല്ലാ പണിയും ചെയ്യുന്നത്, ഭയങ്കര ഉത്തരവാദിത്തം. എന്റെ അമ്മയെ കഴിഞ്ഞ ഉത്തരവാദിത്തമായിട്ട് പുള്ളിക്കാരി 11 വയസ്സിൽ തുടങ്ങി
അമ്മച്ചിനെ ഒന്നും വീട്ടില് അടുക്കള ചെയ്യാൻ സമ്മതിക്കണം. പിന്നെ അമ്മച്ചി പറമ്പിലൊക്കെ പോയി ചാച്ചനെ സഹായിക്കാൻ പണിയൊക്കെ ചെയ്യും. ചേച്ചിയാണ് വീട്ടിലെ എല്ലാ ഈ പാചകക്കാരി ക്രമങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നീറ്റ്നെസ് എല്ലാം ചേച്ചി തരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇപ്പം ചോറും കറി ഉണ്ടാക്കുന്നത് കഷ്ടമാണ്. കാരണം അടുക്കള ഒന്നും ശരിയായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം, നിങ്ങൾ ആരും ഇറങ്ങണ്ട എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം ശരിയാക്കിക്കൊണ്ട് അരിഞ്ഞു പെറുക്കി എല്ലാം ശരിയാക്കിക്കൊണ്ട് ഞാൻ അടുക്കളയിൽ പോയി ചോറും കറിയെല്ലാം ഉണ്ടാക്കി ഇപ്പുറത്തെ മുറിയിലേക്ക് വെച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു യേശു ഒരാളോട് ഇടപെട്ടാല് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോഴത്തെ അങ്ങനെ അനേക ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സെനിക്ക് വന്നു. കാരണം യേശു എന്നിലേക്ക് വന്നതുകൊണ്ട്. അല്ലെങ്കിൽ അന്ന് അങ്ങനെ സംഭവിക്കാനായിരുന്നു. അപ്പോഴത്തേക്ക് അങ്ങനെ അതെനിക്കൊരു മാറ്റം വന്നു. അത് കഴിഞ്ഞ് പിന്നെ 9ാം ക്ലാസ് 10ാം ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ ഇന്റർമീഡിയറ്റ് പഠിക്കാനായിട്ട് എന്നെ ദൂരെ കോളേജിൽ കൊണ്ടാക്കി. അപ്പം കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വേണം പഠിക്കാൻ. അത് ഉഴവൂർ സെന്റ് ജോസഫ് ഉഴവൂർ കോളേജിൽ എന്നെ കൊണ്ട് എൻ്റെ ഫാദർ ചേർത്തു. അവിടെ നഴ്സാണ്. കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ ഗേൾസ് ഹോസ്റ്റലുണ്ട്. അവിടെ നഴ്സാണ് നടത്തുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ചേർന്നപ്പോഴത്തേക്കും അവര് പറഞ്ഞു താഴെ ഇങ്ങനെ ചാപ്പലുണ്ട്. ആ ചാപ്പലിലെ ആർസിയം കത്തോലിക്കക്കാര് ഇന്നും രാവിലെ വൈകിട്ടും ആരാധന നടത്തും. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ സീനിയർ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ വേറെ CSI CMS പെന്തക്കോസ്ത് ഇവരെല്ലാരും അവരെന്നോട് പറഞ്ഞു നമ്മള് അവരുടെ കൂടെ അല്ല കൂടുന്നത്, നമ്മൾ വേറെ ഒരു റൂമിൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ ശരി എന്ന് പറഞ്ഞ് ഞങ്ങള് രാത്രി അവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോയി. രാത്രി പ്രാർത്ഥനയ്ക്ക് അവരവിടെ പോയപ്പോഴത്തേക്ക് അവരെല്ലാം ചെയ്യുന്നത് ഒരു മുറിയിൽ കൂടും. എന്നാൽ സാധാരണ ബെഡുകളൊക്കെ ഉള്ള ഒരു റൂമില്. എന്നിട്ട് എല്ലാവരും കട്ടിലേക്ക് കൂടെ ഇരുന്നിട്ട് ഈ ഗോളമീതെ ഭിത്തിയിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് കാല് നീട്ടി വെച്ചോണ്ടിരുന്ന് എല്ലാവരും അങ്ങനെ ഇരിക്കുക. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ ഇരുന്ന് ആരാധിക്കുന്നത് ശരിയല്ല. എന്നോർത്തിന് ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു കൊച്ചിനോട് ഞാൻ അങ്ങനെ കട്ടിലേൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനൊരു കൊച്ചിനോട് താഴെ ഇറങ്ങിയിരുന്നു. അപ്പൊ പാട്ടുപാടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഈ വാർഡൻ സിസ്റ്റർ പെട്ടെന്ന് വന്ന് വാതിലങ്ങ് തുറന്നിട്ട് നോക്കിയിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞ് ഞങ്ങള് ഈ പ്രെയർ കഴിഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് ഉണ്ട് എല്ലാവരും കൂടെ. അപ്പൊ എല്ലാവരും കൂടെ ഡൈനിങ് ഹാളിൽ ചെന്ന് നിന്ന് എല്ലാവരും കൂടെ നിന്നിട്ട് ഒന്നിച്ചൊരു പാട്ടുപാടി പ്രാർത്ഥിച്ചിട്ടാണ് ചോറ് തിന്നത്. അപ്പൊ അവിടെ ഞങ്ങൾ ചെന്നിരുന്നപ്പോഴത്തേക്കും ഈ വാർഡൻ സിസ്റ്റർ പെട്ടെന്ന് ഞങ്ങളുടെ ഡൈനിങ് ഹാളിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാനിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന റൂമിലേക്ക് വന്നു, എല്ലാവരും കട്ടിലേക്ക് കയറി കാലൊക്കെ നീട്ടി വെച്ചാണ്, അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വഴക്ക് വന്നു. അപ്പൊ വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തത് ദൈവത്തിന്റെ ഒരു പണിയാണ് എന്നോർത്ത് എനിക്ക് ഒരു സന്തോഷമായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവരെന്നോട് പറയും എന്നാ വാക്യം പറ, കുറെ കാര്യങ്ങൾ പറ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് ആദ്യത്തെ അപ്പൊ എനിക്ക് തോന്നി ദൈവനോട് കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്തത്. എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ അവിടെ 2 വർഷം പഠിക്കുമ്പം അവർക്ക് എല്ലാവർക്കും സുവിശേഷം പറയാനും പ്രാർത്ഥിക്കാനും അങ്ങനെ നല്ല അനുഭവം ദൈവം തന്നു. അന്നേരം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം എൻ്റെ അപ്പച്ചനും അമ്മയും വിശ്വാസികളാണെങ്കിൽ പോലും അവർക്ക് ഇങ്ങനെ ഒരു പ്രത്യേകമായ അനുഭവം ദൈവത്തോടില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ അവര് രക്ഷിക്കപ്പെടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 2 വർഷം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ ഫാദറും മദറും ഒക്കെ രക്ഷിക്കപ്പെട്ട് അവര് വേറെ CSI തന്നെ ഒരു പ്രെയർ ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ടുള്ള അതില് അപ്പോഴത്തേക്കും ഞാൻ ചെന്നപ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും, ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്ന് രാത്രി ഇവർ തന്നെ 2 പേരും കൂടി ഇരുന്ന് എന്തൊരു പ്രാർത്ഥനയായിരുന്നു, അവരങ്ങനെ ഇതിനെ കുറിച്ച് പറച്ചിലാകുന്നില്ലേ സമയം കിട്ടുമ്പോഴില്ല. അപ്പോഴത്തേക്കും എൻ്റെ മൂത്ത ചേച്ചിയും എൻ്റെ എൻ്റെ 2ാമത്തെ ചേച്ചിയും അവര് അമ്മയോട് ചോദിച്ചെന്ന് പറഞ്ഞു, ഞങ്ങളെയും കൂടെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാമോന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു. അപ്പം അമ്മ എടുത്ത വയറ് എന്നാ വന്നെന്ന് ചോദിച്ചാൽ എന്നിട്ട് വേണം അവരെ കൂടെ തെറ്റിക്കാന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അമ്മയ്ക്ക് 4 പെൺമക്കളാണ്. അപ്പൊ അമ്മയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാല് അവിടെയുള്ള ചെറുപ്പക്കാരാണുങ്ങൾക്ക് ആമ്പിള്ളേർക്ക് ഭയങ്കര ആത്മീയമായിട്ട് നിൽക്കുക. ഇവരിങ്ങനെ ചെറിയ യവനക്കാരല്ല, ഈ പെൺപിള്ളേരെയൊക്കെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയാൽ അവരെങ്ങനെയും എന്തേലും തെറ്റിപ്പോകുമോ ദൈവത്തിൽ നിന്ന്.
അത് ഞാൻ മുഖാന്തരം അവരാരെങ്കിലും ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകോ എന്നുള്ളൊരു പേടി കൊണ്ട് അമ്മച്ചി എന്ത് ചെയ്യുന്നു, ഈ പെൺപിള്ളേരെ കൊണ്ടുപോകുന്നില്ല പ്രാർത്ഥനയ്ക്ക്. അമ്മച്ചി അച്ഛനും പോകുന്നു വരുന്നു, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ നിന്ന് പറയുന്നു. അപ്പൊ ഇവര് കേട്ട് ഇങ്ങനെ കൊതിക്കുന്നു, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് എന്റെ ചേച്ചിനോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ അമ്മയോട് ചോദിച്ചതാണ് പ്രാർത്ഥനയ്ക്ക് പോയിട്ടേന്ന്. അപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു. അപ്പൊ എനിക്കത് പെട്ടെന്ന് ഒരു മനസ്സിലൊരു രോഷം കയറി. എന്താ പെൺപിള്ളേരാകുമ്പോ അങ്ങനെ പോകത്തില്ലേ, പോകാൻ പാടില്ലേ, എന്തുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രോഷം കയറി എനിക്ക്. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവം എനിക്ക് ആ പ്രാർത്ഥനയ്ക്ക് പോകണം, പക്ഷെ ആരെ കൊണ്ടും ഒരു പേരുദോഷം വരാൻ പാടില്ല, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. രാവിലെ ഒരു വാക്യം വായിക്കും, അത് ധ്യാനിച്ചുകൊണ്ട് നടക്കും. കാരണം ചെറിയ വയസ്സിൽ എന്തെങ്കിലും ആലോചന പാപം ഹൃദയത്തിലേക്ക് വരുമോ എന്നോർത്തോണ്ട് പേടിച്ച് ബൈബിൾ വായിച്ച് അത് ധ്യാനിച്ച് പിന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കും. കാരണം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും ന്യായാധിപ ദിവസത്തില് നിങ്ങൾ മറുപടി പറയേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് നമ്മളുടെ വാക്കുകളെല്ലാം അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് എന്റെ വാക്കുകൾ കൂടുതലും ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കണം എന്നോർത്തുകൊണ്ട് നടക്കുമ്പോഴെല്ലാം ഉറക്കെ ദൈവമേ സ്തോത്രം എന്ന് പറഞ്ഞിങ്ങനെ യേശുയെ സ്തുതിക്കുന്ന വാക്കുകൾ പറഞ്ഞ് നടക്കും. അങ്ങനെ എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് പോകും. അങ്ങനെയാണ് ചെറുപ്പത്തിൽ അങ്ങനെ പ്രാർത്ഥനയ്ക്കും. അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ സമയം ഏകദേശം 1.5 മണിക്കൂർ ആകുന്നതുകൊണ്ട്. ഇല്ല സിസ്റ്റർ, 42 മിനിറ്റ് ആയതേ ഉള്ളൂ. സിസ്റ്റർ പറഞ്ഞു കുറച്ചുകൂടി. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥന വന്നപ്പം ഒരു ദിവസം അമ്മേനോട് വിളിച്ചിട്ട് പറഞ്ഞു, നീ പ്രാർത്ഥനയ്ക്ക് പോരുന്നോന്ന് ചോദിച്ചു. ഞാൻ പോരാന്ന് പറഞ്ഞു. നമ്മൾ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. വരാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരുങ്ങി പ്രാർത്ഥനയ്ക്ക് പോവുക. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴത്തേക്കും ചാച്ചനമച്ച് നടന്നു വേണം പോകാൻ. കുറെ ഒരു വില്ലേജാണ്, കുറെ കിലോമീറ്റർ നടന്നു പോകണം. അപ്പൊ അവര് മുമ്പിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വർത്താനം പറഞ്ഞ് അവരും നടന്നു പോകുന്നു. ഞാൻ അവരൊന്ന് കുറച്ച് അകലെയായിട്ട് പുറകിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക. ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ, കർത്താവേ, ഒരു മനുഷ്യനും എന്നെ കാണാൻ പാടില്ല, കാണേണ്ട ആവശ്യമില്ല, പക്ഷെ നീ എന്നെ കാണണം, നീ എന്നെ കാണണം, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക. അപ്പൊ ഇനി ഒരു കാര്യം പറയാന്ന് വെച്ചാൽ, ഞങ്ങള് ചെറുപ്പം മുതലേ സദസ്സിനൊക്കെ പോകുമ്പോൾ ആരാധനയ്ക്ക് പോകുമ്പോൾ ചാച്ചനമ്മച്ചനെ വെച്ചാൽ മുമ്പിലത്തെ ലൈനിൽ ഇരുന്നോണം, പാട്ട് പാടണം, പ്രാർത്ഥിക്കണം, പ്രസംഗിക്കുമ്പോ പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോ ബൈബിൾ വായിച്ചോണം. അങ്ങനെ വേണം പള്ളിയിൽ ദൈവത്തെ ആരാധിക്കണം. അല്ലാതെ പുറകിൽ പോയിരിക്കുന്നവർക്ക് ഉഴപ്പാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങളെന്നും മുമ്പിലാണ് ഇരിക്കുന്നത്. അത് ഞങ്ങൾക്ക് അലവാട്ടായി പോയി. എവിടെ പ്രാർത്ഥനയ്ക്ക് പോയാലും മുമ്പിൽ ചെന്നിരിക്കും, പാട്ട് പാടും, പ്രാർത്ഥിക്കും, ആരാധിക്കും, ബൈബിൾ വായിക്കും, ഇതിങ്ങനെ ഇതായി. അപ്പൊ ഞാനിന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഞാൻ ഓർക്കുന്നത് വെച്ചാൽ, ആരും എന്നെ കാണണ്ട, പക്ഷെ നീ എന്നെ കാണും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പം അത് വീട്ടിലെ ആരാധന നടത്തണേ. അപ്പൊ വീട് നിറഞ്ഞ ആൾക്കാരിരിക്കുകയാണ്, ഭയങ്കര ആരാധന, തീ കത്തുന്ന ആരാധനയാണ്. എല്ലാവരും കൂടെ പാട്ട് പാടി ആത്മാവിൽ തന്നെ ആരാധിച്ചോണ്ടിരിക്കുക. അപ്പൊ ആരാധിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ചെന്നിട്ട് ഏറ്റവും പുറകിൽ ഒരു മൂലയിൽ പോയി ഞാൻ കുനിഞ്ഞിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ. കാരണം അമ്മച്ചി പറഞ്ഞ വാക്കെന്റെ ഹൃദയത്തിൽ കിടക്കും. അത് കാരണം ഞാൻ പറഞ്ഞു, കർത്താവെ, ഇവിടെ ആരും എന്നെ കാണണ്ട, പക്ഷെ നീ എന്നെ കാണുന്നു കണ്ടിട്ട്. ഞാൻ കുനിഞ്ഞ് മുഖം താഴേക്ക് വെച്ച് കുനിഞ്ഞോണ്ട് മൂലയിലിരുന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും കുറെ നേരം കഴിയുമ്പോഴത്തേക്കും ഈ ആരാധന നടത്തുന്ന പാസ്റ്റർ എഴുന്നേറ്റ് ആ മൂലയിലേക്ക് വന്ന് എന്റെ തലയിൽ കൈവച്ച് പ്രവചനം പറയുക, നിന്നെ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് ദൈവം വിളിച്ചേക്കുവാണ്, നിന്നെ വേറെ വേറെ അനേക ഭാഷകൾ സംസാരിക്കുന്നതിന്റെ അടുത്തേക്ക് ദൈവം കൊണ്ടുപോയി നിന്നെ സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നെല്ലാം പറഞ്ഞ് എന്റെ തലയിൽ കൈവച്ച് പ്രവചനം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ആശ്വാസമായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് അന്ന് ആരാധന കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ ചാച്ചനും കേട്ടല്ലോ ഇങ്ങനെ പ്രവചനം പറയുന്നത് കേട്ടോണ്ട്, ഇവിടെ ദൈവം ദേവേലേക്ക് കണ്ടെന്നാ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്ന് പ്രാർത്ഥന കണ്ടായാലും എന്നെ കൊണ്ടുപോകും. പിന്നെ 3 ദിവസത്തെ ഉപവാസമുണ്ട്, മാസത്തിൽ ഒരിക്കൽ 3 ദിവസത്തെ ഉപവാസം. ആ 3 ദിവസത്തെ ഉപവാസം നമുക്ക് വേണ്ട ഡ്രസ്സുകള്, സോപ്പ്, എണ്ണ ഇതെല്ലാം എടുത്തോണ്ട് നമ്മൾ പോകണം. 3 ദിവസം അവിടെ തന്നെ ആയിരിക്കണം, പുറത്തോട്ട് വരാൻ പറ്റത്തില്ല. ഈ പ്രാർത്ഥനയ്ക്ക് പോയാലും നമ്മൾ അവിടെ നിന്ന് ആ റൂമിലേക്ക് കയറുന്ന വെല്ലുമൂട്ടയിൽ നിന്ന് പ്രാർത്ഥനയാണ്, അല്ലാതെ ആരോട് കുശലപ്രസംഗം നടക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പം ഇങ്ങനെ 3 ദിവസത്തെ ഇത് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും. പോയി കഴിഞ്ഞിട്ട് ആ പാസ്റ്റർ പറയും,
നിന്നെ ദൈവം ദൈവമായിട്ടുള്ളതല്ലേ, നീ ഒരു പ്രസംഗം ചെയ്യേ എന്ന് പറയും. അപ്പൊ ഞാൻ എനിക്കൊരു അങ്ങനെ പറയാ, നീ പറയേ പ്രസംഗം പറയാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ മത്തേയി സുവിശേഷ 7-ാം അധ്യായം 7-ാം അധ്യായത്തിൽ നിന്ന് വലിയൊരു പറയുമ്പോൾ നമ്മൾ അനുസരിക്കണമല്ലോ. അപ്പൊ എഴുന്നേറ്റ് നിന്ന് ഞാൻ പറഞ്ഞു. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് ഞാൻ ദൈവവചനം പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ 3 ദിവസത്തെ എല്ലാ മാസവും 3 ദിവസത്തെ ഉപവാസം ഞങ്ങൾ പോകും. ആദ്യത്തെ ദിവസം ഒന്നും വെള്ളം പോലും കുടിക്കരുത്. രണ്ടാമത്തെ ദിവസം പച്ചവെള്ളം കുടിക്കാം. മൂന്നാമത്തെ ദിവസം ഇച്ചിരി ചായയോ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ അങ്ങനെ തരും. അല്ലാതെ നമുക്ക് പുറത്ത് പോകാനൊന്നും പറ്റത്തില്ല. ആ ബ്രേക്ക് തരുന്ന സമയത്ത് മാത്രം പുറത്ത് പോയിട്ട് പിന്നെയും പ്രയോടൊപ്പം ഇരിക്കണം. രാവിലെ കുളിക്കാനുള്ള സമയം കുറച്ച് തരും. അന്നേരം പോയി കുളിച്ചൊരുങ്ങി അകത്തോട്ട് പോകണം. അല്ലാതെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാനോ എടുക്കാനോ സംസാരിക്കാനോ ഒന്നും സമയം തരത്തില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇരുന്നിട്ട് ഒരു ദിവസം രാത്രി കൊടുത്ത് ഈ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് ദൈവം എല്ലാവർക്കും അന്യഭാഷ തരാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആരാധിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വായിൽ അന്യഭാഷ തരും. അപ്പൊ നിങ്ങളുടെ ഈ ആരുടെ വായിൽ എന്ത് തന്നാലും നിങ്ങൾ അത് സംസാരിക്കണം. ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ മധ്യത്തിൽ ദൈവം നിങ്ങൾക്ക് അന്യഭാഷ തരാൻ പോകാന്ന് പറഞ്ഞു. അപ്പൊ ഒരു 40 പേരുണ്ട്. ഞങ്ങള് 40 പേര് ഈ 3 ദിവസമായിട്ട് ഇങ്ങനെ ഉപസിച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ആരാധിച്ചോണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിച്ചോണ്ടിരിക്കുമ്പോൾ എല്ലാവരും വേറെ വേറെ ഭാഷകളിൽ സംസാരിച്ചു. ഞാൻ പറയുന്നത് വെച്ചാല് ഈ അന്യഭാഷ എന്ന് പറയുന്നതൊക്കെ ഇന്നും ഉണ്ട്, ഇല്ലാത്തതൊന്നുമല്ല. ഞങ്ങള് CSIക്കാരാ. CSIയില് നിന്നാണ് ഈ പ്രാർത്ഥന ഗ്രൂപ്പ് നടത്തുന്നത്. അപ്പൊ എല്ലാവരും വേറെ വേറെ ഭാഷകൾ സംസാരിക്കുക. അപ്പൊ ഈ പ്രാർത്ഥന നടത്തുന്ന പാസ്റ്ററിന്റെ മകള് എന്റെ കൂട്ടുകാരിയാ. ആ കൂട്ടുകാരി ഇംഗ്ലീഷിന് ഇന്റർമീഡിയറ്റ് ആണെന്ന് തോന്നുന്നു, ഇംഗ്ലീഷിന് തോറ്റുപോയിട്ടിരിക്കുക. പിന്നെ കേരളത്തിൽ എല്ലാവരും സാധാരണ 10ാം ക്ലാസ് വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കും. പക്ഷെ അവൾ 2ാം ക്ലാസ് പഠിച്ചിട്ട് ജീവിത സാഹചര്യം കൊണ്ട് പഠിക്കാത്തൊരു ചെറുപ്പക്കാരനുണ്ട്. ജോയി എന്നാണ് പുള്ളിക്കാരന്റെ പേര്. ഈ എന്റെ കൂട്ടുകാരുടെ പേര് സെലിൻ. ഇവർ രണ്ടുപേരുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ അന്യഭാഷ സംസാരിക്കണം. സെലിൻ ഇംഗ്ലീഷിൽ സംസാരിക്കണം ദൈവവചനം. ആ ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കണേ? ഉൽപ്പത്തി മുതൽ പ്രകടനം വരെയുള്ള യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മങ്ങള്, സഭയെ കുറിച്ചുള്ള കാര്യങ്ങള് പുള്ളിക്കാരി ഇംഗ്ലീഷിൽ അനർഗളമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇത് ട്രാൻസ്ലേഷൻ ചെയ്യണം എന്നുള്ള പ്രേരണ. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് അത് ട്രാൻസ്ലേഷൻ ചെയ്തു. എങ്ങനെ? പുള്ളിക്കാരി പറയുന്നത് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യുന്നു, പുള്ളിക്കാരി പറയുന്നത് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യുന്നു. അങ്ങനെ പുള്ളിക്കാരി ഇംഗ്ലീഷിൽ തോറ്റു. ഇംഗ്ലീഷിന് 26-36 മാർക്ക് ഇട്ടാൽ തോറ്റു പുള്ളിക്കാരി. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങളെ പുള്ളിക്കാരി വിവരിച്ചു വന്നു. ഞാനത് ട്രാൻസ്ലേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഈ ജോയി എന്ന് പറഞ്ഞ സഹോദരൻ എഴുതുന്നത് ഹിന്ദിയിൽ സംസാരിച്ചു. ഞാനത് ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിന് തോന്നുന്നു. അതുപോലെ ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞു. സത്യമാണ്. അപ്പൊ പിന്നെ ഒരു പ്രവാചകർ ഓരോരുത്തരും സംസാരിക്കുന്ന ഭാഷകൾ ഇന്ന വ്യക്തി ഇന്ന ഭാഷ, ഇന്ന വ്യക്തി ഇന്ന ഭാഷയാണെന്ന് ഓരോ പേരുകൾ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഒരാളുടെ പേര് വന്നിട്ട് പറഞ്ഞു, ഈ കുര്യൻ എന്ന് പറഞ്ഞാൽ കൊങ്കിണി ഭാഷ സംസാരിക്കുന്നത്. അപ്പൊ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കൊങ്കിണി ഭാഷയോ അങ്ങനെ ഒരു ഭാഷയാണോ? അപ്പൊ എനിക്ക് സംശയമാണ്. അത് കഴിഞ്ഞ് പിന്നെ റേഡിയോയിൽ ന്യൂസ് കേട്ടപ്പോ ഞാൻ കേട്ടു കൊങ്കിണി ഭാഷ, ഗോവയിലോ എവിടെയോ ഉണ്ട് കൊങ്കിണി ഭാഷ. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവുണ്ട്, ദൈവവചനമുണ്ട്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും സഭ എടുക്കപ്പെടുന്നത് വരെ, കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് 2ാമത് വന്ന് സഭ എടുക്കുന്നത് വരെ വചനത്തിൽ പറഞ്ഞ ഒരു കാര്യം പോലും, വള്ളി പോലും പുള്ളി പോലും മാറ്റമില്ല എന്ന് എനിക്ക് അനുഭവപൂർവ്വം ദൈവം അതിലെനിക്ക് മനസ്സിലാക്കി തന്നു. അതൊരു വിശേഷം. അതിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, എന്റെ ഫാദർ ഇങ്ങനെ ഒരു CSI അനുഭവത്തിലുള്ള ആള് എങ്ങനെയാണ് ഈ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വന്നതെന്ന് കൂടെ പറയാം. അവിടെ CSI ചർച്ചിൽ ഞാനിങ്ങനെ ഇന്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ CSI ചർച്ചിൽ കല്യാണം കഴിക്കാത്ത ഒരു യവനക്കാരൻ പാസ്റ്റർ വന്നു. അപ്പൊ ആ പാസ്റ്റർ നല്ല പ്രാർത്ഥനയും കൃപാവനവും എല്ലാം പ്രാപിച്ച ആളാണ് പാസ്റ്റർ, CSI പാസ്റ്റർ. അപ്പൊ പുള്ളിക്കാരൻ ചെറുപ്പക്കാരനായതുകൊണ്ട് അവിടെ സഭയിലുള്ള ഒരു ചെറുപ്പക്കാരനെ ഇവിടെ കൂട്ടുപിടിച്ചു.
കൂട്ടുപിടിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ വീടുകളിൽ കൂടെ പോയി പ്രാർത്ഥിക്കുക, ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സുവിശേഷം പറയുക, ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ചെയ്തുകൊണ്ടിപ്പം എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും പ്രാർത്ഥന നടത്തും സഭയില്. അപ്പോഴത്തേക്കും എന്റെ പേരൻസ് എല്ലാവരും ഇങ്ങനെ ചെയ്ത പ്രാർത്ഥനയ്ക്ക്. അപ്പൊ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പം നമ്മുടെ സഭയിലുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടികള് ഭൂതമിളകി. ആ ഭൂതമിളകി അതിനെ പുറത്താക്കുക, അങ്ങനെ പല ദൈവങ്ങളെ പുറത്താക്കുകയൊക്കെ ഇങ്ങനെ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ദിവസം ഇങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വേണ്ടി വാക്യം പറയാൻ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് ബൈബിൾ തുറന്ന് പ്രസംഗം തുടങ്ങി. പ്രസംഗം തുടങ്ങിയപ്പോഴത്തേക്കും ഒരു പെൺകൊച്ചിന് ഇങ്ങനെ പിശാചിട്ടിരുന്ന അല്ലി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുക. ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ പാസ്റ്റർ ആണെന്ന് പറഞ്ഞു, നീ ഇപ്പോൾ മിണ്ടാൻ നിന്റെ സമയമേ അനങ്ങാതിരിക്കണം, ഇപ്പോൾ നിനക്ക് സമയമല്ല എന്നിങ്ങനെ ആജ്ഞാപിച്ചു. ആജ്ഞാപിച്ചപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരി അനങ്ങാതിരുന്നു. എന്നിട്ട് ഈ പാസ്റ്റർ വാക്യം പറഞ്ഞ് തീർന്നോളം വരെ ഈ പുള്ളിക്കാരി അനങ്ങിയില്ല. ഈ വാക്യം പറഞ്ഞ് തീർന്നു കഴിഞ്ഞ് ഈ പാസ്റ്റർ ഇങ്ങനെ ബൈബിള് മടക്കി വെക്കുന്ന ഇങ്ങനെ എല്ലാം ഏതോ പണി ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഈ പുള്ളിക്കാരി ബഹളം തുടങ്ങി. ബഹളം തുടങ്ങിയപ്പോഴത്തേക്കും ഈ പാസ്റ്ററിന്റെ കൂടെയുള്ള ചെറുപ്പക്കാരൻ പെട്ടെന്ന് അങ്ങനെ അടുത്തേക്ക് വന്നു. ഈ ബഹളം ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് അടുത്തേക്ക് വന്നു. അടുത്തേക്ക് ആ പിശാച് പിടിച്ച പെൺകൊച്ച ഒറ്റ അടി വെച്ചു കൊടുത്തു. നീ ആരെ എന്റെ അടുത്തേക്ക് എന്നെ ഒറ്റ അടി കൊടുത്തപ്പോഴത്തേക്ക് പാസ്റ്റർ പെട്ടെന്ന് പാസ്റ്റർ പെട്ടെന്ന് അടുത്തേക്കാണ്. പാസ്റ്റർ അയ്യോ വരലേ വരലേ, എന്നെ കത്തുന്നേ, ഞാൻ കത്തുന്നേ, ഇങ്ങോട്ട് അടുത്ത് വരതേ എന്ന് പറഞ്ഞോണ്ട് കിടന്ന് കാണുക. അടുത്ത് വരരുതെന്ന് പറഞ്ഞത് കാണുക. അപ്പൊ ഇത് കണ്ടോണ്ടിരുന്ന എന്റെ ചാച്ചന്റെ ഹൃദയത്തില് ഇതൊരു ഇതായിട്ട് വേണം. അപ്പൊ ഒരേ പ്രായം ഒരേ പഠിത്തം, പക്ഷേ ഒരാൾ ചെന്നപ്പോഴത്തേക്ക് ഒറ്റ അടി കൊടുത്തു, ഒരാൾ ചെന്നപ്പോഴത്തേക്ക് നീ എന്റെ അടുത്തേക്ക് വരണ്ടേ, ഞാൻ പുള്ളി പോവാണെന്ന് പറഞ്ഞ് കരയുന്നു. അപ്പോൾ ഇതിലൊരു കാര്യമുണ്ട്. ചുമ്മാ പറഞ്ഞ് പ്രാർത്ഥിച്ചൊന്നും പ്രസംഗിച്ച് നടന്നിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ ശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കണം, ദൈവത്തിന്റെ ശക്തി പ്രാപിക്കണം, എന്നതിലെ വ്യത്യാസം വരുള്ളൂ എന്ന് എന്റെ ഫാദറിന് മനസ്സിലായിട്ട് ഫാദർ പിന്നെ എല്ലായിടത്തും നിന്ന് അയൽവക്കത്തെല്ലാം ചെന്ന് എല്ലാവരോടും ക്ഷമാപണം ചോദിച്ചു. ക്ഷമാപണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നിരപ്പ് പ്രാപിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ ദൈവം എന്നോട് ഇടപെട്ടു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ, എന്നോട് എന്തെങ്കിലും എന്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ, അങ്ങനെ അവരോട് അങ്ങനെ വഴക്കുറയുന്ന ഒരാളൊന്നും അല്ല, എങ്കിലും ദൈവവചന പ്രകാരം എല്ലാവരോടും അറിയാവുന്നവരോടെല്ലാം ചേർന്ന് ഇങ്ങനെ നിരപ്പ് പ്രാപിച്ചിട്ട് എന്റെ ഫാദർ ദൈവസ്ഥലത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഫാദർ മാറിയത്. ഫാദർ ദൈവകൃപ പ്രാപിച്ചു. ഫാദർ മുഖാന്തരം ഒത്തിരി ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു, ഒത്തിരി ചെറുപ്പക്കാർ ദൈവത്തിലേക്ക് സമർപ്പിച്ചു, രോഗികൾ സൗഖ്യമായി. 5 വർഷം തടവാദമായിട്ട് പെട്ടിക്കകത്ത് കിടത്തിയിട്ട് ഒരു സ്ത്രീ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരു മന്ത്രവാദിക്കുട്ടി എന്ന പുള്ളിയുടെ പേര്. ആ പുള്ളിക്കാരനെ ദൈവം സ്വസ്ഥ കൊടുത്തു, പുള്ളിക്കാരൻ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ ദൈവം എന്റെ ഫാദർ മുഖാന്തരം കൂടെ ഒത്തിരി കാര്യങ്ങൾ, ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഫാദർ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫാദർ, ഞങ്ങളുടെ കുടുംബം, എന്റെ ചേച്ചിമാരും എല്ലാവരും വിശ്വാസത്തിലേക്ക് വന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ സുവിശേഷം പറഞ്ഞു കൊടുക്കും. അപ്പം സംഗതി എന്ന് വെച്ചാൽ അപ്പൊ സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിലേക്ക് വന്നു. ഇങ്ങനെ പ്രാർത്ഥന നടക്കുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനും ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. അപ്പൊ എന്റെ ഫാദർ CSI ആയതുകൊണ്ട്, എന്റെ ഗ്രാൻഡ് ഫാദർ CSI അസിസ്റ്റന്റ് ബിഷപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് സ്കൂളുണ്ട്, കോളേജ് ഉണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചാൽ എല്ലാവർക്കും ജോലി കിട്ടും. അപ്പൊ എന്റെ ഫാദറിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പെൺപിള്ളേരായതുകൊണ്ട് എല്ലാവർക്കും ജോലി വേണം, എല്ലാവർക്കും ജോലി ഉണ്ടെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊക്കെ ഉദ്ദേശത്തോടെ നന്നായിട്ട് പഠിപ്പിച്ചുകൊണ്ട് വന്നത്. പക്ഷെ പ്രായമായി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ദൈവന നമുക്ക് ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പം എന്റെ ഫാദറിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു പരിസ്ഥിതി വന്നു. സാമ്പത്തികമായിട്ട് നോക്കിയാല് എന്റെ ഫാദർ അന്നുവരെ കഷ്ടപ്പെട്ടതെല്ലാം സ്വന്തം സഹോദരനും പിതാവിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കല്യാണം എല്ലാം നടത്തി. ഞങ്ങളുടെ ഇതായി വന്നപ്പോഴത്തേക്കും ഫാദർ ഒന്നും സമ്മതിച്ചില്ല. അങ്ങനെ ഭയങ്കര ഒരു സ്ഥിതിയായി. അപ്പോഴത്തേക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പൊ ഞാൻ ഓർക്കുന്നത് വെച്ചാല്
എന്റെ കൂടെ ഞങ്ങളുടെ കൂടെ കുട്ടി പ്രാർത്ഥിക്കുന്നവരും അത്രയും ഞങ്ങളോടൊന്നും പഠിച്ചില്ല. അപ്പൊ അവര് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ജോലിയൊക്കെ നോക്കാൻ പറഞ്ഞാൽ ജോലിക്ക് പോകാൻ ഞങ്ങൾക്കൊട്ട് മനസ്സുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങളനുസരിച്ച് എന്റെ ചേച്ചിയുടെ ഭർത്താവ് ചുടുകട്ടകൾ നടത്തുന്നുണ്ട്. കട്ട പിടിച്ച് അത് വിൽക്കും. അപ്പൊ ഞങ്ങള് പറഞ്ഞു നമുക്ക് അവിടെ പോയി പണിയാം. പണിതിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പം പ്രാർത്ഥിക്കാം, നമുക്ക് ഇഷ്ടമുള്ളപ്പം എല്ലാവരും കൂടെ പോയി സുവിശേഷത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചൂടുകട്ടപ്പണിക്ക് പോയി. ചൂടുകട്ടപ്പണിക്ക് പോയിട്ട് ഒരാള് മേസിൽ നിന്ന് കട്ട പിടിക്കും. ആ മേസിൽ നിന്ന് കട്ട പിടിക്കുമ്പോൾ ഞാന് 4000 കട്ടയ്ക്ക് മണ്ണ് വിട്ടു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തന്നെ അതൊന്നും തോന്നിയിട്ടുണ്ട്. 4000 കട്ടയ്ക്ക് മണ്ണ് വിട്ടു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ഈ കട്ടപ്പണി. അപ്പൊ ഒരു ഇച്ചിരി ഇതിന്റെ മിഷൻ പോലെ പ്രവർത്തിച്ചോണ്ടിരിക്കണം. ഒരു ഇച്ചിരി സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി വെല്ലുമുട്ടയെ നിന്ന് പ്രാർത്ഥിക്കും. സമയം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. വെല്ലുമുട്ടയെ നിന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് പിന്നെ വന്ന് പണി. അങ്ങനെ ഞങ്ങള് ചുരുക്കപ്പെടുന്നതാണ്. അപ്പൊ പ്രാർത്ഥിക്കാനായിട്ട് മുട്ട നിൽക്കുമ്പോഴത്തേക്കും യേശു നമ്മുടെ മുമ്പിൽ സിംഹാസനത്തിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെ കാണുന്നത്. അപ്പം ആ യേശുവിനോടാണ് ഇതെല്ലാം പറയുന്നത്. അല്ലാതെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വേറെ ഇതല്ല, യേശുവിനോട് സംസാരിക്കുകയാണ്. അത്രയും അനുഭവത്തിൽ കൂടെ ദൈവം നടത്തി. അങ്ങനെ ചുരുക്കട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സാമ്പത്തികമായിട്ട് വളരെയേറെ ഞെരുക്കങ്ങളാണ്. ഞങ്ങള് ഒരു ദിവസം എല്ലാവരും കൂടെ വൈകുന്നേരത്തേക്കും എല്ലാവരും കൂടെ ഒരു സിറ്റിയിൽ ചെറിയ ടൗണിൽ പോയി എല്ലാവരും കൂടെ പാട്ട് പാടി പ്രാർത്ഥിച്ച് സുവിശേഷം പറയും. പ്രസംഗിക്കും. ഒരാളോ രണ്ടുപേരോ പ്രസംഗിക്കും. കൂടി നിൽക്കുന്നവരെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രസംഗിച്ചാലും അത് ഞാൻ പ്രസംഗിക്കുന്ന പോലെ തന്നെ അത് ഫീലാകുന്നത്. ആ പ്രസംഗിക്കുമ്പോഴത്തേക്ക് ആ പ്രസംഗം എല്ലാം കേൾക്കണം, രക്ഷിക്കണം എന്നുള്ള ഇത് ഒരേ ആത്മ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വാക്യത്തിൽ പറഞ്ഞ നിങ്ങൾ ഏക മനസ്സും ഏക ആത്മാവുള്ളവരായിരിക്കണം. അതും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. കാരണം ഒരാൾ പ്രസംഗിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഒരേ ആത്മാവിലാണ് നിൽക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥന കേൾക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയിരിക്കും. ഒരു ദിവസം മുനിയറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഞങ്ങൾ സുവിശേഷം പറഞ്ഞ വാക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് പോരുമ്പോഴത്തേക്കും ഒരാൾ കേട്ടോണ്ട് ഒരാൾ വന്ന് ഒരു ചെറിയ ചായ കുടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് ചായയുടെ കയറ്റി ബോണ്ടയും മേടിച്ചെന്ന് ചായയും മേടിച്ചെന്ന് വിട്ടു. അവിടെ നിന്ന് കുറേ കിലോമീറ്ററുകൾ നടന്നു വരണം. നടന്നു വീട്ടിൽ വന്നപ്പോൾ കഴിക്കാനൊന്നുമില്ല. ആഹാരമൊന്നും ഇല്ല. ഒന്നുമില്ലാതെ ചാട്ടുന്ന ഒരു വലിയ മുന്ത എടുത്തിട്ട് ആ രാത്രി വീട്ടിൽ വന്നപ്പോഴത്തേക്കും 10 ആയി. അപ്പൊ നടന്നു വന്ന അപ്പൊ മുന്ത എടുത്ത് ആ മുന്തയ്ക്കകത്ത് നിറയെ വെള്ളം എടുത്ത് നടുക്കത്തെ മുറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്ലാസ്സിൽ ഒഴിച്ചു തന്നു. കിടന്നുറങ്ങിക്കാന്ന് പറഞ്ഞു. ഞങ്ങള് തൃപ്തിയായിട്ട് പോയി കിടന്നുറങ്ങി. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സ്ഥിതിയാണ് സാമ്പത്തികമായിട്ട്. ചെറുപ്പത്തിലെ മാത്രം നല്ല ഉന്നതമായ രീതിയിൽ ഞങ്ങൾ നോക്കിയതാണ്. പക്ഷെ എല്ലാം കൂടെ അങ്ങനെ ദൈവം ഒരു നന്മയ്ക്ക് വേണ്ടി ദൈവം പരീക്ഷയിലൂടെ നടത്തിയതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചത് കിടന്നു. ഒരു ദിവസം ചാർച്ച പോയി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് എവിടെ നിന്ന് ചാർച്ച പൈസ കഴിക്കുന്ന പറഞ്ഞില്ല 6 ബൈബിൾ ഒന്നിച്ച് മേടിച്ചെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഈ ലോകപരമായ ഭൗതികമായ രീതി നോക്കിയാൽ ഏത് ഫാദറാണെങ്കിലും ഒരു വിഷക്കുപ്പി മേടിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും വിശ്വസിച്ച് കൊടുത്ത് അവരും കുടിക്കേണ്ട സമയമാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുന്ന സമയമാണ്. പക്ഷെ എന്റെ ഫാദർ എന്താണെന്ന് ചോദിച്ചാൽ 6 ബൈബിള് മേടിച്ചോണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തരെയും കൈകൊടുത്തോന്ന് പറഞ്ഞു, നിങ്ങള് ഈ ബൈബിള് വായിച്ച് പഠിച്ച് ഇതിലുള്ള ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുക, ദൈവം നിങ്ങൾക്ക് നിങ്ങളെ നോക്കിക്കോളെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് ദൈവം ഇന്ന് വരെയും ഒരു പിതാക്കന്മാർക്കും ചെയ്യാൻ കഴിയാത്തത് അധികമായി അനുഗ്രഹത്താൽ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾ നടത്തുന്നു. ആ ദൈവം വിശ്വസ്തനായിട്ട് അതിന് ഞാനും എന്റെ അനിയത്തിയോടെ ഇങ്ങനെ എപ്പോഴും ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാല് വീട്ടിലെല്ലാം ശുഭ്രം ചെയ്യും, പറമ്പിൽ പണിയും, പറമ്പെല്ലാം ശുഭ്രമാക്കും. പിന്നെ ഇച്ചിരി സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന, ബൈബിൾ വായന, പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു അടുത്തുള്ള വീട്ടിൽ പോയി സുവിശേഷം പറയുക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒറ്റ ഇതിൽ പോകുമ്പോഴത്തേക്കും ഒരുപക്ഷെ ഒരു പ്രായമുള്ള പിതാക്കന്മാരൊക്കെ ആയിരിക്കും വീട്ടിൽ കാണുന്നത്. കാരണം എല്ലാവരും പഠിക്കുമ്പോൾ അങ്ങനെ പോകുമല്ലോ. അപ്പൊ അവിടെ ചെന്ന് ചിലപ്പോൾ വീടും മനസ്സിലൊക്കെ വൃത്തികേടായിരിക്കും. അപ്പം ഞാൻ അവരോട് മാതാവിനോടോ പിതാവിനോടോ ഇന്ന് സുവിശേഷം പറയും. ജെസ്സി എന്ത് ചെയ്യും?
ആ മുറ്റം പേരുടെ അടിച്ച് നല്ല ശുഭ്രമാക്കി. പിന്നെ ബ്ലേഡ് കൊണ്ടുവന്ന് ഒരു ദിവസം പോകുമ്പോൾ അവരുടെ നഖമൊക്കെ നീണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഫാദറിന്റെ നഖമൊക്കെ നീണ്ടിരിക്കുക, ഞാനൊന്ന് നഖം വെട്ടണം എന്ന് പറഞ്ഞ് ബ്ലേഡൊക്കെ മേടിച്ച് പൊളിക്കാൻ വെച്ചോണ്ടിരിക്കും. എന്നിട്ട് പിന്നെ അവിടെ ചെന്ന് അവരുടെ നഖമൊക്കെ വെട്ടി നന്നായിട്ട് ശുഭ്രമാക്കിയിട്ട് അങ്ങനെ അവരുടെ പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ഞങ്ങൾക്ക് പറഞ്ഞ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ ചെന്നു സുവിശേഷം പറഞ്ഞു ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു ചെറുപ്പക്കാരൻ 10-24 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ കൈകളെ രണ്ടും വ്രണത്താൽ നിറഞ്ഞിരിക്കുക. കൈവേള രണ്ടും വ്രണത്താൽ നിറഞ്ഞിരിക്കുക. പുള്ളിക്കാരന് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് അവരുടെ അമ്മ കരഞ്ഞു ഞങ്ങളുടെ അടുത്ത്. ഇവർ ഇപ്പോഴും കുളിപ്പിക്കുന്നത്, തുണി ഉടുപ്പിക്കുന്നത്, ആഹാരം കഴിപ്പിക്കുന്നത് ഞാനാണ്. കാരണം എല്ലാ വർഷത്തിലും എല്ലാ ഒരു സമയത്ത് ഇങ്ങനെ വരും. അപ്പൊ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കണ്ടേ എന്ന് പറഞ്ഞ് അവരുടെ അമ്മ കരഞ്ഞു. കല്യാണപ്രായം ചെറുതാണ്, പക്ഷെ അമ്മ കരഞ്ഞു. അപ്പോഴത്തേക്കും എന്റെ അനിയത്തെ പുള്ളിക്കാരൻ കസേര ഇരിക്കുക. ഈ പുള്ളിക്കാരി മുട്ടയിൽ നിന്നിട്ട് ആ പുള്ളിക്കാരന്റെ 2 കൈകളിലേക്കും ഈ പുള്ളിക്കാരിയുടെ കൈകളെ വെച്ചിട്ട് പുള്ളിക്കാരി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ ദൈവസൗഖ്യം കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇപ്പം മാരേജായി. പുള്ളിക്കാരൻ ഒരിക്കലും പിന്നെ അങ്ങനത്തെ അസുഖം വന്നിട്ടില്ല. മാരേജായി, പിള്ളേരുമായി സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ദൈവം നമ്മളെ അങ്ങനെ എടുത്ത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം സഹായം ചെയ്തു. അങ്ങനെ എല്ലായിടത്തും എല്ലാ വില്ലേജുകളിലും പോയി സുവിശേഷം പറയാം, ഓരോ വീടുകളിൽ കൂടെ സുവിശേഷം പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴാണ് എന്റെ മൂത്ത ചേച്ചിയുടെ വിവാഹം 90-ൽ നടന്നു. 94-ൽ എന്റെ രണ്ടാമത്തെ ചേച്ചിക്ക് ജോലി കിട്ടി. പുള്ളിക്കാരി സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ചെയ്തു. അപ്പൊ പുള്ളിക്കാരുടെ കല്യാണം 94-ൽ കഴിഞ്ഞു. അത് കഴിഞ്ഞു പിന്നെ എനിക്ക് എനിക്കൊക്കെ കല്യാണം പറഞ്ഞു വരുന്നത്. കല്യാണം ഞാനുള്ളപ്പോ ഞാൻ ഈ കടകളത്തിലൊക്കെ പണിയുന്നു, സുവിശേഷം പറയുന്നെങ്കിലും കടകളത്തിലെ പണിയൊക്കെ ആയിട്ടൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കല്യാണം പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാല് അപ്പൊ എനിക്ക് പേടിയല്ലേ ഇങ്ങനെയൊക്കെയാണ് എന്റെ ജീവിതം. ഞാനിങ്ങനെ ഈ കട്ടക്കാര പണിക്ക് അതിനനുസരിച്ചുള്ള ജീവിതമാണ് എന്നതുകൊണ്ട് എനിക്ക് പേടിയായിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ചെന്ന് ഞാൻ അമ്മച്ചോട് പറഞ്ഞു, ഞാൻ ഒരു ചേച്ചിയുടെ വീട്ടിലാണ് പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ചേച്ചിയും ചേട്ടനും പിള്ളേരും താമസിക്കുന്ന വീട്ടിലേക്ക് നടന്നു പോകാനുള്ളൂ. അവിടെ ചെന്നപ്പോഴത്തേക്കും ചേച്ചിയുടെ വീട് വാതിൽ ചാരി ഇട്ട് ആൾക്കാരെന്തെന്ന് അറിയത്തില്ല. ഞാൻ ആ വാതിലിനകത്ത് കയറിയിട്ട് കുറ്റിയിട്ടിട്ട് ഞാൻ ഒരു പായം എടുത്തിട്ട് പ്രാർത്ഥന പറഞ്ഞു. അത് തിങ്കളാഴ്ച പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്റെ ചേച്ചിയുടെ രണ്ടുപേരും കഴിഞ്ഞിട്ട് എനിക്ക് കല്യാണം നടത്താം. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥിതിയിൽ കല്യാണം നടത്താൻ ഞാൻ ഒരുക്കമല്ല. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം എന്താ, ദൈവം എന്നോട് സംസാരിക്കണം എന്ന രീതി ഞാൻ പ്രാർത്ഥിച്ചില്ല. അന്ന് എന്തൊക്കെ പ്രാർത്ഥിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു പാട്ട് പോലും പാടിയില്ല. ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക് 5 മണിയായി. 5 മണിയായപ്പോ ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ അതുവരെ ഇവർ വന്നില്ല, ആരും വന്നില്ല. അപ്പൊ 5 മണിയായപ്പോ ഞാൻ എന്നിട്ട് പിന്നെ വാതിൽ ഇങ്ങനെ പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ വീട്ടിൽ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഈ ചേച്ചി എവിടെ നിന്ന് വന്നു എനിക്കറിയില്ല. ചേച്ചി എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ബൈബിൾ കോളേജ് അഡ്രസ് ഉണ്ട്, നല്ല ബൈബിൾ കോളേജാണ് പറയുന്നത്, നീ അയച്ചു നോക്കാം, എന്നാലും നീ ദൈവം പറഞ്ഞിട്ട് എല്ലാം മടുത്തൊക്കെ ഉപേക്ഷിച്ച് നടക്കണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ എന്താ ഓർക്കുന്നേ, ഞാനൊന്ന് ദിവസത്തിൽ പ്രാർത്ഥന, അപ്പൊ ദൈവം എനിക്ക് തന്ന മറുപടിയില്ല എന്ന് വിശ്വസിച്ച ചേച്ചി പറഞ്ഞു. ചേച്ചി അങ്ങ് പോയി. അത് ചേച്ചിക്ക് അവിടെ പുതിയതായിട്ട് വന്നൊരു പെന്തക്കോസ്ത് പാസ്റ്റർ കൊടുത്തതാണ്. അപ്പൊ ഈ പെന്തക്കോസ്ത് പാസ്റ്റർ ആ ദേശത്ത് പുതിയതായിട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങളെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ട് എന്റെ ചേച്ചിയോട് സംസാരിച്ചിട്ട് ചേച്ചിയോട് പറഞ്ഞ കാര്യമാണിത്. അപ്പൊ ചേച്ചി ചെന്ന് പാസ്റ്റർ അവിടെ ഓക്കേന്ന് പറഞ്ഞോണ്ട് പോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും ഈ പാസ്റ്റർ എന്ത് ചെയ്തു, പാസ്റ്റർ തന്നെ അതെല്ലാം ചേച്ചിയുടെ സഹായത്തോടെ എല്ലാം ഫില്ല് ചെയ്ത് സ്റ്റാമ്പ് ഒട്ടിച്ച് എല്ലാം ചെയ്തിട്ട് പറഞ്ഞു അവൾ ഒരു 3-4 ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, ആ ഫോട്ടോയുമായിട്ട് കൂട്ടിക്കൊണ്ട് വരാനാണ്. അപ്പൊ ഞാന് ഈ ഫോട്ടോയും ചേച്ചിയെ കൊടുത്തിട്ട് ചേച്ചിയോട് ഞാൻ പോവുക പാസ്റ്റർ അടുത്തേക്ക്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും പാസ്റ്റർ ഫോട്ടോയൊക്കെ അടിച്ചിട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് എല്ലാം ചെയ്തു. എന്നിട്ട് അത് പാസ്റ്റർ തന്നെ കയ്യിൽ തന്നെ വെച്ചിട്ട് പാസ്റ്റർ കൈ വെച്ച് ആപ്ലിക്കേഷൻ പ്രാർത്ഥിച്ച്
പാസ് തന്നെ അതിനെ രജിസ്റ്റർ ചെയ്ത് അയച്ചു. ഞാൻ വീട്ടിലേക്ക് പോയി. അവിടുന്ന് എനിക്ക് കോൾ ലെറ്റർ വന്നു. എവിടെയാ? രാജസ്ഥാൻ ഇമ്മാനുവൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് രാജസ്ഥാൻ കോട്ട. ഡോക്ടർ M.A. തോമസ് എന്ന് പറഞ്ഞ ഒരാള് 66 അവിടെ പോയതാണ്. അവിടെ പോയി സുശേഷം അവിടെ തുടങ്ങി ഒത്തിരി സ്കൂളുകളൊക്കെ സ്ഥാപിച്ചു. അവിടെ സുശേഷം ചെയ്യുന്നതാണ്. അപ്പം അവരുടെ അഡ്രസ്സാണ് ഇവർക്ക് കിട്ടിയത്. ഞാൻ അയച്ചു. എനിക്ക് കോൾ ലെറ്റർ വന്നു. കോൾ ലെറ്റർ വന്നപ്പോഴത്തേക്കും എന്റെ ഫാദർ എന്റെ ചേച്ചിമാർ ഒന്നും സമ്മതിക്കുന്നില്ല. കാരണം എന്റെ ഫാദർ എന്ന് പറഞ്ഞ മക്കളെ എല്ലാവരെയും കാണണം. എന്റെ മൂത്ത ചേച്ചിനെ കല്യാണം കഴിച്ചു വിട്ടിട്ട് എല്ലാ ദിവസവും പോയി വൈകുന്നേരം കണ്ടിട്ട് വരും. അങ്ങനെയാണ് എന്റെ ഫാദറിന്റെ സ്വഭാവം. അതുകൊണ്ട് ഫാദറിന് അത്ര അകലെ വിടാന്ന് ഒരു ഭയങ്കര വിഷമമായി. അതുപോലെ രണ്ടാമത്തെ ചേച്ചി എന്നോട് എന്താ പറഞ്ഞേ, ഈ ഇന്ത്യ ദേശത്ത് എല്ലാ സ്റ്റേറ്റുകളിലും ഉള്ളവർ വന്ന് കേരളത്തിൽ വന്ന് ബൈബിൾ ട്രെയിനിങ് ചെയ്തു പോകും. നീ എന്തിനാ അത്ര അകലെ പോയി ട്രെയിനിങ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി എന്നെ ഇങ്ങോട്ട് വിട്ടില്ല. ചാച്ചൻ എന്ത് ചെയ്തു? തൃശ്ശൂർ പോയി കുട്ടപ്പുഴ KP ബൈബിൾ കോളേജിൽ നിന്ന് ആപ്ലിക്കേഷൻ മേടിച്ചോണ്ട് വന്ന് ഫില്ല് ചെയ്ത് അയച്ച് അവർ കോളേജിൽ വന്നു. അപ്പം അവരെന്നെ ചാച്ചൻ തന്നെ എന്നെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയി അവിടെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ ആ ഇന്റർവ്യൂ നിങ്ങൾ ഇനി കോളേജ് വിടാതെ വന്നേ ക്ലാസ് തുടങ്ങാൻ ഞങ്ങൾ കോളേജ് വിട്ടേക്കാന്ന് പറഞ്ഞു. അപ്പം ചാച്ചൻ സന്തോഷമായി വന്ന് ദൈവത്തിനൊക്കെ കൊണ്ട് അവരയച്ച കോളേജ് ഞങ്ങളുടെ കിട്ടിയില്ല. അതിനു മുമ്പേ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാല്, ഈ ഞങ്ങള് ആപ്ലിക്കേഷൻ രാജസ്ഥാനിലുള്ള ആ ബെഡാങ്കൽ എന്ന് പറയുന്ന ആ പ്രസിഡന്റ് ഡയറക്ടർ പിന്നെയുള്ള ഈ പ്രിൻസിപ്പൾസ്, സ്കൂൾ പ്രിൻസിപ്പൾസ്, അവരുടെ എല്ലാ റിലേറ്റീവ്സും അവരുടെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും മൈക്കും സിസ്റ്റവും എല്ലാമായിട്ട് വന്ന് ഞങ്ങളുടെ അടുത്ത് ചെറിയ വില്ലേജ് ഉണ്ട്. രാജനാടല്ല, മമ്മട്ടിക്ക മാങ്ങാത്തൊടി എന്ന് പറഞ്ഞ ചെറിയ വില്ലേജ് ഉണ്ട്. ആ വില്ലേജ് വന്ന് വലിയ ഇത് കൺവെൻഷൻ നടത്തുക. അപ്പോഴത്തേക്ക് എന്റെ ഫാദർ പറഞ്ഞു, ഒറ്റ ദിവസമാണ്. അപ്പൊ എന്റെ ഫാദർ പറഞ്ഞു, എന്താണെന്നറിയില്ല, ഇവിടെ ആപ്ലിക്കേഷൻ കൊടുത്ത ബൈബിൾ കോളേജിൽ നിന്ന് അവരെല്ലാം കൂടെ ഈ കുഗ്രാമത്തിൽ വന്ന് മീറ്റിംഗ് നടത്തുക. എന്തായാലും ഒന്ന് പോയേക്കാന്ന് പറഞ്ഞ് എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ ചേട്ടനെ വിളിച്ച് ഞാനും ചാച്ചനും ഞങ്ങൾ 3 പേര് അന്ന് മീറ്റിങ്ങിന് ഇരുന്നപ്പോഴത്തേക്കും ഡോക്ടർ M.A. തോമസ് പ്രസംഗം പറഞ്ഞ വാദമൊന്നും പ്രസംഗം വന്നിട്ട് പിന്നെ അതിനെതിരെ പറയാൻ ആളില്ല. അത്രേ ഇതായിട്ട് മനുഷ്യരുടെ ഹൃദയം മനസ്സിലായിട്ടാണ് അങ്ങനെ മാറ്റി പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ പ്രിൻസിപ്പൾസ്, വലിയ വലിയ സ്കൂളിലെ പ്രിൻസിപ്പൾസാണ് അവരും നമ്മുടെ സാക്ഷ്യങ്ങളാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എന്റെ ഫാദറിന് ഭയങ്കര ഇതായിട്ട് മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു ഈ ബെഡാമിന്റെ അടുത്താണ് ഡോക്ടർ M.A. തോമസിന്റെ അടുത്താണ്. ഇവിടെ ഇങ്ങനെ ആപ്ലിക്കേഷൻ ഒക്കെ അയച്ചു 1 വർഷമായി, ഞങ്ങൾ ഇത്ര അവരെ ആയതുകൊണ്ട് വിടാതിരിക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇങ്ങനെ എന്റെ മുഖത്തെ തട്ടിട്ട്, ഓഹോ നീയാണോ അമ്മയെന്ന് പറഞ്ഞ ഞങ്ങളിവിടെ പോരട്ടോ എന്ന് പറഞ്ഞു. അന്നത്തെ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പൊ എന്റെ ഫാദറിന് ഒരു വിഷയം എന്ന് വെച്ചാല് ഫാദർ വേണം കൊണ്ടുപോകാൻ. പക്ഷെ ഫാദറിന് ഇംഗ്ലീഷ് അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ എന്റെ ആങ്ങളെയാണ് വെച്ച് പഠിച്ച സമയത്ത്, അതുകൊണ്ട് ആങ്ങളെനെ എന്നെയും കൂട്ടി രാജസ്ഥാൻ വിട്ടു. അങ്ങനെ ഞങ്ങൾ രാജസ്ഥാനിലേക്ക് ബൈബിൾ കോളേജിൽ പോയി. അപ്പം അതിന് മുമ്പ് ഒരു സംഭവം കൂടെ പറയട്ടെ. അതിന് മുമ്പുള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാല്, ഈ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ട് ഈ പാസ്റ്ററിന്റെ അമ്മാമ്മ എന്ത് ചെയ്തെന്ന് ചോദിച്ചാല്, ഞാൻ ഫോട്ടോ കൊടുത്തപ്പം ഒരു ഫോട്ടോ അമ്മാമ്മയുടെ കയ്യിൽ വെച്ചിട്ട് അമ്മാമ്മയെ വിളിച്ച ഒത്തിരി ദൂരം, വേറെ ഒത്തിരി സ്ഥലത്തേക്കാണില്ല, പക്ഷെ വേറെ ഡിസ്ട്രിക്റ്റാണ്, അതിലാണ് ഡിസ്ട്രിക്റ്റാണ്. അവിടുന്ന് അമ്മാമ്മയുടെ വീടിന്റെ അടുത്തുള്ള ഒരു പാസ്റ്റർ ബൈബിൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്ന് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഫോട്ടോ കാണിച്ചിട്ട് എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഇങ്ങനെ സുശേഷമൊക്കെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് പാസ്റ്റർ കണ്ടിട്ട് പറഞ്ഞു, നോക്കി അമ്മാമ്മ എനിക്കിഷ്ടമാണ്, ഞാൻ സമ്മതിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ പാസ്റ്റർ മാമ വന്ന് എന്റെ ചാച്ചോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കല്യാണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേക്കും ചാച്ചൻ പറഞ്ഞ അവരോട് ചോദിക്കും, അവിടെ എപ്പോഴും പോകാൻ പറയാണ്ടിരിക്കല്ലേ. അപ്പൊ അതിനിടയ്ക്ക് ഒത്തിരി ആളുകളൊക്കെ വന്നെങ്കിൽ ഞാനതൊന്നും മറുപടി പറഞ്ഞില്ല, വന്നതായിട്ട് പോലും ഞാനത് ശ്രദ്ധിക്കുന്നില്ല. അതെന്റെ ഒരു ഇതിലേക്ക് ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നില്ല.
അപ്പോഴത്തേക്കും അതുകൊണ്ട് പാട്ട് പറഞ്ഞു അവരോട് ചോദിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ പാസം അതുകൊണ്ട് എന്നോട് പറയുന്നത് നല്ല ദേവദാസനാണ്, ബൈബിൾ കഴിഞ്ഞാണ്, നീ ഇപ്പോഴേ ബൈബിൾ പ്രസംഗം ചെയ്യുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ ഇതിപ്പോ നീ ഇപ്പൊ കോളേജിൽ പോയി പഠിക്കുന്ന ഒരു പാസ്വേഡ് കല്യാണം കഴിച്ചിട്ട് നീ ദൈവം ചെയ്ത് പോയേ എന്ന് ചോദിച്ച് എന്നോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനിത് ദൈവത്തോട് പ്രാർത്ഥിപ്പിക്കുക, ദൈവം ഞാനിങ്ങനെ ബൈബിൾ കോളേജിൽ പോകണമെന്നും ഞാൻ ദൈവത്തെ പ്രാർത്ഥന എനിക്ക് ദൈവം തന്നൊരു വഴിയാണെന്നും ഞാനിങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പോകാനിരിക്കുക. ഇതിനിടയിൽ ഇങ്ങനെ അമ്മകളെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ ചെയ്യണം, ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം രാവിലെ വീട്ടിലെ പണിയിലാണ്. പിന്നെ 2 ചേച്ചിമാരും വിവാഹമായി കഴിഞ്ഞതുകൊണ്ട് ഞാൻ വീട്ടിലെ പാചകങ്ങളൊക്കെ എടുത്ത് നടത്തുന്നു. അപ്പൊ എല്ലാ പണികളും കഴിഞ്ഞ് പിന്നെ പശുവിന് പുല്ല് മുറിക്കണം. അപ്പൊ പശുവിന് പുല്ല് മുറിക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ അതിലെന്ന് പറഞ്ഞാൽ നദിയാണ്. ആ നദി കിടന്ന അപ്പുറത്ത് ഒത്തിരി പുല്ലാണ്. അപ്പൊ ആ പുല്ല് മുറിക്കുന്ന ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്, സ്ലോപ്പിലാണ്. അപ്പൊ താഴെ നിന്നും മുകളിലേക്ക് ഞാൻ മുറിച്ച് പോകുന്നത് താഴെ നിന്ന് മുറിക്കാം. ഈ മുറിക്കാൻ പോകുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥന പോകുന്നത്, കർത്താവേ ഞാൻ എന്താ ചെയ്യണ്ടേ, ഇങ്ങനെയുള്ള ഞാൻ ബൈബിൾ കോളേജിൽ പോകണം, ഇത് സംഭവിക്കണം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇങ്ങനെ പ്രാർത്ഥന പോകാം. അത് കിടന്ന് പോയി ചെന്ന് പുല്ല് മുറിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുന്ന സ്ഥലത്തിന്റെ റൈറ്റ് സൈഡ് മുകൾ ഭാഗത്തായിട്ട് ഒരു നല്ല പഴയ ഒരു ഈട്ടി തന്നെ ഉണങ്ങി നിൽപ്പുള്ളത്. എനിക്കറിയാം അവിടെ ഇങ്ങനെ മരം നിൽപ്പുള്ളത്, ഞാൻ ചെറുപ്പം കണ്ടു വളർന്നതാണ്. അപ്പൊ ഞാൻ താഴേന്ന് പുല്ല് മുറിച്ചോണ്ട് വന്ന് പ്രാർത്ഥിച്ചോണ്ട് നിൽക്കുക. പുല്ല് മുറിക്കാതെ പ്രാർത്ഥിക്കാതെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് പുല്ല് മുറിക്കുന്നു. അപ്പൊ എനിക്കൊരു സ്വരം കേട്ടു, ഇത് ഞാൻ ആണ് തരുന്നതെന്ന് ആരാണെങ്കിലും നീ സമ്മതിക്കോ, ആരാണെങ്കിലും നീ സമ്മതിക്കോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാനത് കേട്ടു. അപ്പോഴത്തെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നതെന്നറിയോ, കണ്ണു കാണത്തില്ലാത്ത ആൾക്കാര്, മുടന്തന്മാര്, ഇങ്ങനെ സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാർ എല്ലാം എന്റെ മനസ്സിലേക്ക് വരുവാണ്. വന്നിട്ട് ഇത് ഭയങ്കര ചോദ്യമാണ്. ഇങ്ങനെയുള്ളവരെല്ലാം എന്റെ മനസ്സിലേക്ക് വരുവാ. വന്നപ്പോഴത്തേക്കും എനിക്ക് ചെറുപ്പം മുതലേ ഒരു ഇതുണ്ട്, എന്ന് വെച്ചാൽ ദൈവം നല്ലത് മാത്രമേ ചെയ്യുള്ളൂ എന്നങ്ങനെ അടിഞ്ഞു പോയി എന്റെ പ്രശ്നത്തിൽ നടക്കുക. ദൈവം നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ ഇത് നീയാണ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായാൽ എങ്ങനെയുള്ള ആളാണെങ്കിലും ഞാൻ കീഴ്പ്പെടുത്തിക്കും, എനിക്കിഷ്ടമാണ് എന്ന് ഞാൻ വാക്ക് കൊടുത്തു. അത് ഭയങ്കരമായ ചോദ്യമാണ്. എങ്കിലും ദൈവത്തെ വിശ്വസിച്ച് ഞാനെ ദൈവത്തെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ഞാനെ വാക്ക് കൊടുത്ത് ഞാൻ പുല്ല് മുറിച്ചോണ്ട് നിൽക്കുകയാണ്. പുല്ല് മുറിച്ചോണ്ട് നിൽക്കുമ്പോൾ ഞാൻ പുല്ല് മുറിക്കുമ്പോൾ തന്നെ മുകളില് ഈട്ടിയുടെ ചുവട്ടിൽ ഒരാളെ കണ്ടു. ആ ആളെങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ വള്ളി പോലെ ആയിരിക്കണം മനുഷ്യൻ. പൊക്കമുണ്ട്, പക്ഷെ വണ്ണം ഒട്ടുമില്ല, നീണ്ടിരിക്കുക. എന്നിട്ട് ചെറിയ മുഖം, ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്, ആഷറുള്ള പാന്റും ഒരു സ്കൈ ബ്ലൂ ആഷറ് പോലെ ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യനാണ്. പക്ഷെ ഈ മനുഷ്യനെ കണ്ടിട്ടും എന്നാൽ ഇത് ഇങ്ങനെ സംബന്ധിച്ചൊരു ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം മനുഷ്യൻ എന്ന് ഞാൻ ഓർത്തിട്ട് പിന്നെ പുല്ല് മുറിച്ച് പോകുന്നു. ഇതെല്ലാം നടന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ബൈബിൾ കോളേജിൽ പോയി കഴിഞ്ഞ് ബൈബിൾ കോളേജ് 3 വർഷം പഠിച്ചിട്ടും എനിക്ക് ഇങ്ങനെയുള്ള ഒരാളുള്ളതായിട്ടോ ഇങ്ങനെ സ്വപ്നം കണ്ടതായിട്ടോ ഇങ്ങനെയുള്ളതൊന്നും എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. 3 വർഷം പഠിച്ചപ്പോൾ അവിടുന്ന് പല ആളുകൾ ഞങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പലരെയും കൊണ്ട് ചോദിപ്പിച്ചു, ഇങ്ങനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, സമ്മതിക്കണം ചോദിക്കാൻ പറയാൻ ടീച്ചേഴ്സിനെ കൊണ്ടും സീനിയേഴ്സിനെ കൊണ്ടും ചോദിച്ചിട്ട് എന്റെ മനസ്സിലേക്ക് എന്റെ മനസ്സ് കഴിയല്ല. ഞാനിപ്പോ കല്യാണം കഴിക്കുന്നില്ല എന്നാൽ ഞാൻ എല്ലാവരും മറുപടി പറഞ്ഞു. അങ്ങനെ പലരും വെറുത്തും എന്നോട് വെറുത്തവരൊക്കെ ഉണ്ട്. 3 വർഷം കഴിഞ്ഞ് ഡിസംബർ മാസം അപ്പൊ ഞാൻ പ്രയർ സെക്രട്ടറി, ഗേൾസിന്റെ പെൺപിള്ളേരുടെ പ്രയർ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ 4 മണിക്ക് എഴുന്നേക്കും, പിള്ളേരെല്ലാം വിളിച്ച് കറക്റ്റ് 5 മണിക്ക് പ്രാർത്ഥനകളിൽ ചെന്നിരിക്കണം. 5:01 എന്ന് പറഞ്ഞാൽ അവിടെ പെനാൽറ്റി വീണ് പോകും. അപ്പൊ അങ്ങനെ ദൈവം എനിക്ക് ബാധ്യത തന്നു. ആ മക്കളെ നന്നായിട്ട് പ്രവർത്തിക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അപ്പൊ അന്നേരം സ്റ്റുഡൻസ് ബോഡി പ്രസിഡന്റ് ആയിട്ട് ഒരു പുള്ളിക്കാരനും നല്ല ആദ്യമാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും ഒരു അട്രാക്ഷൻ തോന്നുന്നു അങ്ങനെ ഒന്നും എന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. ദേശത്തിന്റെ കാര്യമാണ്. അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും
ഡിസംബർ 23. ആ ജനുവരി ഫെബ്രുവരി ഞങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ പിന്നെ നമ്മള് അവിടെ നിന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ വീട്ടിൽ പോയി ചെയ്യാം. അപ്പൊ നമ്മളെ കൂടുതൽ ഇത്രയും വളരെ സമയം അവരൊരിക്കലും വീട്ടിലേക്ക് വിടാറ് അങ്ങനെ ഓഫീസിലോ സ്കൂളിലോ ഒക്കെ ജോലി ഒന്നും നടത്തും. അപ്പോഴത്തേക്കും എന്റെ അനിയത്തി മുഖാന്തരം എനിക്ക് വേറൊരു ലെറ്റർ എന്റെ അമ്മ അയച്ചു. എന്താ അയച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് വേറെ പാസ്സാണ്, നിങ്ങൾക്ക് ഒരു നല്ല കല്യാണം വന്നു ഒരു പാസ്സാണ്, അപ്പൊ എല്ലാവർക്കും വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അപ്പൊ നീ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നീ അവിടെ നിൽക്കരുത്, പെട്ടെന്ന് ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു. അപ്പൊ ആ എഴുത്തിനിടയിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ഡിസംബറില് ഈ പുള്ളിക്കാരൻ എന്നോട് ചോദിക്കുക, ഇങ്ങനെ എനിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്, ഡയറക്റ്റായിട്ട് എന്നോട് സംബന്ധിച്ച് കല്യാണം കഴിക്കണമെന്നുണ്ട്. പുള്ളിക്കാരൻ സ്റ്റുഡൻസ് ബോഡി പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കാം. പക്ഷെ എനിക്ക് ആ പുള്ളിക്കാരനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എങ്ങനെയുള്ള ആളാണെന്ന് ശ്രദ്ധിച്ചിട്ടില്ല, പുള്ളിയുടെ സ്വഭാവത്തിൽ ഒന്നും അറിയത്തില്ല. അപ്പൊ പെട്ടെന്ന് എന്നോട് ചോദിക്കാൻ ഞാനിങ്ങനെ എനിക്കിങ്ങനെ കല്യാണം കഴിക്കണമെന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ എന്റെ മകളോടും മകളോടും എല്ലാവരും സംസാരിച്ചു, അവരൊക്കെ ഓക്കെയാണ്, അവർ ഗ്രാജുവേഷൻ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ആലോചിക്കാതെ ഞാൻ പെട്ടെന്ന് ഓക്കെ വന്നു. ഇത്രയും ആലോചിച്ച ആള് ഒന്നും ആലോചിക്കാതെ ഞാൻ ഓക്കെ വന്നു. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് എഴുത്ത് വരുന്നത്. അപ്പത്തേക്ക് ഞാൻ പെട്ടെന്നില്ല ഇംഗ്ലണ്ട് വിളിച്ച് ഞാൻ അങ്ങോട്ട് എഴുത്തയച്ചു, വീട്ടിലേക്ക് എഴുത്തയച്ചു. എന്താ വെച്ചാൽ ഇങ്ങനെ ഇവിടെ ഒരു കല്യാണമുണ്ട്, അതുകൊണ്ട് എന്താണ് ഗ്രാജുവേഷന് എല്ലാവരും വരുമല്ലോ, വന്നു കഴിഞ്ഞ് നമുക്ക് തീരുമാനമെടുക്കാം എന്നും പറഞ്ഞ് ഞാൻ എഴുത്തയച്ചപ്പം എന്റെ ഫാദർ എഴുത്ത് വായിച്ചിട്ട് ഫാദറിന് മനസ്സിലായി, ഓ ഇവർക്ക് എന്തോ ഇഷ്ടമാണ്, സമ്മതമാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുത്തയച്ചത്, ഇല്ലെങ്കിൽ ഇവരിങ്ങനെ എഴുതുകയില്ല എന്നൊക്കെ ഫാദർ മനസ്സിലാക്കിയിട്ട് അവിടെ ഇവൾക്ക് അവിടെ സമ്മതമായതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് എന്നുള്ള തീരുമാനത്തോടെ വന്നിട്ട് ആളെയൊക്കെ കണ്ട് ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഫാദർ വേറെ ആളുകൾ ഇത്രയും ആളെ ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഹസ്ബൻഡ് ആന്ധ്രാക്കാരനാണ് അല്ലേ? അതെ. മലയാളം അറിയത്തില്ല അല്ലേ? മലയാളം അറിയത്തില്ല. ഇപ്പൊ മാനേജ് ചെയ്യണം, മാത്രമല്ല സംസാരിക്കുക. അന്നത്തെ സമയത്ത് കല്യാണം ആലോചിക്കുമ്പം മലയാളം ഒന്നും അറിയത്തില്ല. എനിക്ക് അറിയത്തില്ല, പുള്ളിക്കാരൻ മലയാളം അറിയത്തില്ല. പിന്നെ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ മാനേജ് ചെയ്തു. അങ്ങനെ അപ്പത്തേക്ക് ഫാദർ ഗ്രാജുവേഷൻ വന്നപ്പോ എന്നെ വിളിച്ചിങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാനൊന്നും ആലോചിച്ചില്ല, ദൈവം ചെയ്യുന്ന ആളാ, അത്രയും എനിക്ക് അറിയാവൂ എന്ന് പറഞ്ഞു. അവിടെ ഫാദർ ആലോചിച്ച് നോക്കിയപ്പം IPC പാസ്റ്ററിന്റെ മകനാണ്. അപ്പൊ എന്റെ ഫാദർ IPC ചർച്ച എന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ വലിയ ഇഷ്ടമാണ്, ഒരു അഭിമാനമുണ്ട്. അതുകൊണ്ട് ആ ഒറ്റ ഒരു വിഷയത്തില് ഫാദർ സമാധാനം കിട്ടി. അതുകൊണ്ട് ഫാദർ ഓക്കെ എന്ന് പറഞ്ഞു. അവിടെ പിന്നെ അവിടെ പാസ്റ്ററും പിന്നെ അവിടെ ഡയറക്ടറും എല്ലാം കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ച്, അവിടെ തന്നെ ഇരുന്ന് സംസാരിച്ച് അവരുടെ കല്യാണത്തിന്റെ ഡേറ്റും കൂടെ ഫിക്സ് ചെയ്ത്, അവിടെ പിന്നെ അവർ തിരിച്ചു പോകുന്ന വഴിക്ക് വിജയവാഡി ടിക്കറ്റ് എടുത്ത് വിജയവാഡ ചർച്ചും എല്ലാം കണ്ട് അവിടെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇവരിവിടെ നിന്ന് കേരളത്തിൽ പോയി അവിടെ വീടുകളൊക്കെ കണ്ട് അങ്ങനെ സംസാരിച്ച് അങ്ങനെ കല്യാണം ഡിസംബറില് സംസാരിച്ച് ജനുവരി ഫെബ്രുവരിയില് ഗ്രാജുവേഷൻ സമയത്ത് ഇവരെല്ലാം ഉറപ്പിച്ചു. മാർച്ച് ഏപ്രിൽ മെയ് 30 വിവാഹം നടന്നു. വിവാഹം ഇവിടെ വെച്ച് തന്നെയായിരുന്നു, IPC ചർച്ചിൽ വെച്ചായിരുന്നു വിവാഹം. അപ്പം ജീവിതത്തിൽ കഷ്ടമൊക്കെ അനുഭവിച്ചതുകൊണ്ട് ഞാൻ ദേവസ്ഥാനത്തിൽ നിയമം ചെയ്തിട്ടുണ്ടായിരുന്നു. വെച്ചാല് എനിക്ക് കല്യാണം വേണമെന്നില്ല, വിവാഹം കഴിക്കണമെന്നില്ല, വിവാഹം കഴിക്കാതെ ഞാൻ ദൈവം ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ വിവാഹം കഴിക്കുകയാണെങ്കിലും ഇങ്ങനെ സ്ത്രീധനം ചോദിക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ എനിക്ക് ഞാൻ മരത്തിന്റെ കീഴിൽ കിടന്നാലും എനിക്ക് സത്യസന്ധമായിട്ട് യഥാർത്ഥമായിട്ട് സുരക്ഷിതം ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുള്ളൂ. അല്ലാതെ എനിക്ക് അത് ഈ ലോകത്തിൽ ഏതോ സമ്പാദിക്കണമെന്ന് എനിക്കില്ല. ദൈവവും ദൈവവചനവും ദൈവത്തിന്റെ രാജ്യവും ഇങ്ങനെ പരലോക സ്വർഗവും എല്ലാം യഥാർത്ഥം. ഈ ലോകത്തിൽ കുറച്ച് നാളുകൾ ജീവിക്കുള്ളൂ. മനുഷ്യർ എത്ര നന്നായിട്ട് ജീവിച്ചാലും കുറച്ച് നാളുകളുള്ളൂ. അതുകൊണ്ട് ഇതിലുള്ള
ഇഷ്ടമാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണെങ്കിലേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്നോട് ഞാൻ ദൈവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു പ്രാവശ്യം ഞങ്ങളുടെ CSI ചർച്ചിലെ വലിയൊരു ക്ലാസ് നടക്കുക, നല്ല ക്ലാസ്. അഡ്വക്കേറ്റാണ് വന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഭാരതദേശത്തിന്റെ സ്ഥിതികളും ക്രിസ്ത്യാനികൾക്കുള്ള വിഷയങ്ങളും ഇതെല്ലാം ഇങ്ങനെ 3-4 ദിവസത്തെ ക്ലാസ് നടക്കുക. അങ്ങനെ എല്ലാ ക്ലാസ്സും ഞാൻ പങ്കെടുത്തു. നല്ല ഇതിലാണ് ക്ലാസ്സുകൾ നടത്തുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ പറ്റുന്നതൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ക്ലാസ് ഇരിക്കുക. അപ്പൊ 3-ാമത്തെ ദിവസം ക്ലാസ് ഇരിക്കുമ്പോൾ ഒരു സമയമായി ഇവര് ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കാണുവാണ് വേറെ ഭാഷ സംസാരിക്കുന്ന ദേശത്ത് വേറെ ഭാഷക്കാർ നടക്കുവാണ്. അതിൽ ഒരു ഉറപ്പൊരു ലീഡറാണ്, വെച്ച് പൊക്കമൊക്കെ ഉള്ള ഒരു ലീഡറാണ്. അപ്പൊ ഈ ലീഡറിനെ ഫോളോ ചെയ്ത് കുറെ പേരുണ്ട്. അവരെന്ന് വെച്ചാൽ ഈ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ലീഡറാണ്. ആ ലീഡർ ഇങ്ങനെ അവർക്ക് വേണ്ടി നിൽക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പൊ ആ പുള്ളിക്കാരുടെ കൂടെ ഞാനുണ്ട്. അങ്ങനെ ഞാൻ ഉറക്കത്തില്ല, ഈ ക്ലാസ് ഇരിക്കുമ്പോൾ തന്നെ കണ്ണു തുറന്നിരിക്കുമ്പോൾ തന്നെ ക്ലാസ് നടക്കുമ്പോൾ തന്നെ ഞാനത് കാണുക. അപ്പം അങ്ങനെയുള്ള ആളുടെ കൂടെ ഞാനൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നു, അതേ ഉള്ളൂ. അങ്ങനെ കാണും. അതുപോലെ അയാളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു സപ്പോർട്ടായിട്ട്. അങ്ങനെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഇങ്ങനെ കോഴിക്കോട് പോകുന്നത്. പിന്നെ അതിന് മുമ്പ് ഞാൻ എന്റെ മദറിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. മദറിനെ ഇങ്ങനെ മദറിനെ പോവുകയും തീയുമെന്ന് വീഴുന്നത് കണ്ടു. അതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യം ചെറുപ്പത്തിലുള്ള സ്വപ്നമാണ്. അത് കഴിഞ്ഞ് എന്നെ പഠിച്ച് എല്ലാവരും പ്രാർത്ഥന നടത്തുമ്പോൾ പോലും എന്റെ മദറിന് ഇങ്ങനെ അസുഖം വരും. അസുഖം വരുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെ ഒരു ഭയങ്കരമായിട്ട് ആവശ്യമായി കഴിഞ്ഞ് പിന്നെ അത് കുറഞ്ഞു പോകും. അങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ കൊടുത്ത മരുന്നുകൾ ഒരു ഡോക്ടർമാർക്കും എന്റെ അസുഖമാണെന്ന് പറയാൻ സാധിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിലിരിക്കും. അപ്പൊ എന്റെ പാടുകളെല്ലാം കൊടുത്തു, ഞാനില്ല, ഞാൻ എന്റെ അനിയത്തി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പകല് രാവിലെ ആണെങ്കിൽ അസുഖം വന്നപ്പോഴത്തേക്കും ഇതൊന്നും കൂടുതലായി. അപ്പൊ ഞാൻ എന്റെ അനിയത്തിയോട് പറഞ്ഞു, നീ പോയി ഫാദർ എവിടെയാണ് ഞങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ഫാദർ ചേട്ടൻ എന്റെ സ്ഥലത്തുണ്ട്, നീ പോയി വിളിച്ചത് വരാമെന്ന്. വിളിച്ചത് വരാമെന്ന് അനിയത്തി ഞാൻ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ ഈ അമ്മ ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര വൃത്തിക്കാരിയാണ്, വിളിക്കാൻ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അമ്മ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചപ്പിന്നെ ആവശ്യമായിട്ട് അമ്മയോട് പറഞ്ഞു, എടി എനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞു. എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കൊണ്ടുവരാനുള്ള പറ്റത്തില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ കൊണ്ടുവരണം, നീ പുറത്തു കൊണ്ടുപോകണം, എങ്ങനെ പുറത്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അമ്മേനെ പിടിച്ച് വലിച്ചോ എഴിച്ചോ പ്രാർത്ഥിച്ചോ ഞാൻ പുറത്തു കൊണ്ടുപോയത് ബാത്റൂമിൽ വരെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയില്ല. പറ്റുന്നതിന് മുമ്പ് തന്നെ അമ്മ മോഷണം പോയി, ക്ലാസ് പോയി, മോഷണം പോയി വർഷത്തിൽ തന്നെ. പക്ഷെ പുള്ളിക്കാരി ഒരിക്കലും അങ്ങനെയുള്ള സംഭവം ഉണ്ടാകുന്നതല്ല, അത്ര അവസ്ഥയായിപ്പോയി. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ എന്നെ വെള്ളത്തിട്ട് കഴുകി തുണിയൊക്കെ മാറ്റി ഞാൻ ദൈവത്തോടൊന്നേ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എനിക്ക് എന്റെ അമ്മയെ പ്രേരണ കൊണ്ടുവരണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എന്റെ അനിയത്തിയൊന്നും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയോ ഞാൻ പിന്നെ അമ്മനെ പ്രാർത്ഥിച്ച് ഞാൻ പ്രേരണയിൽ കൊണ്ടുവന്നു. അവിടെ ഒരു പാഴ എടുക്കുക, ആ പാഴയെ ഇങ്ങനെ കിടത്തിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഈ അമ്മയുടെ ചങ്കിടിപ്പും ഇടിപ്പും എല്ലാം നിന്നുപോയി. കണ്ണിങ്ങനെ നിലച്ച് നിൽക്കുക, ഇങ്ങനെ തുറന്ന് നിലച്ച് നിൽക്കുക. സ്ഥിതി മൂവ്മെന്റില്ല, ഇടിപ്പില്ല, നാഴിടിപ്പില്ല, ഒന്നുമില്ല. അമ്മ സ്റ്റില്ലായിട്ട് അങ്ങനെ കിടക്കുവാണ്, ഒന്നും ഒരനക്കമില്ല. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി സംഭവം പോയോ, മരിച്ചുപോയോ എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാന് ഈ വെല്ലുമുട്ടേ ഒന്ന് കുറെ നേരം പ്രാർത്ഥിച്ചു. പറഞ്ഞ കർത്താവെ മരിച്ചതാണ് ലാസറിനെ നീ അതിൽ നിന്ന് എഴുന്നേൽപ്പിച്ചോണ്ട് വന്നു. ഇപ്പൊ എന്റെ അമ്മയെ എനിക്ക് തിരിച്ചു തരണം. എന്റെ അമ്മ ഇപ്പൊ മരിക്കാൻ പാടില്ല, എനിക്ക് അമ്മ വേണം, ഞങ്ങൾക്ക് അമ്മ വേണം എന്ന് പറഞ്ഞ് ഞാൻ പരമാവധി ഉറക്കെ
പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബുദ്ധി വന്നത് ഇങ്ങനെ ഇരുന്നിട്ട് ദൈവങ്ങളുടെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം നോക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ച് പ്രാർത്ഥിക്കുക. ഒരു മണിക്കൂറായി കാണും. ലാസ്റ്റ് പ്രാർത്ഥിച്ചു ഇങ്ങനെ തലയിലെല്ലാം എന്നിട്ട് കണ്ണുന്നില്ല, മനുഷ്യ കണ്ണുന്നില്ല, കണ്ണു മുതലായിരിക്കില്ല. അതൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് തലയിലെല്ലാം പ്രാർത്ഥിച്ചിട്ട് കൈ വെച്ച് ലാസ്റ്റ് മോഹമിന്റെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. മോഹമിന്റെ കൈ വെച്ചപ്പോഴത്തേക്കും പതുക്കെ ഇങ്ങനെ കണ്ണടക്കി, കണ്ണിങ്ങനെ അടച്ചു. അടച്ചു പറഞ്ഞു എനിക്കൊന്നും പറ്റിയില്ല, എനിക്ക് തോന്നുന്നു ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചപ്പോഴേക്കും പ്രാർത്ഥിച്ചതിന് ഞാൻ തന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിയപ്പോഴത്തേക്ക് എന്റെ അമ്മ പറയുകയാണ്, എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു വഴിയുടെ പോകുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയിട്ട് അവിടെ നിന്ന് കണ്ടു എന്റെ ശരീരം കിടക്കുന്നതും അടുത്ത് നീ മുട്ടയിലൊന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് അമ്മച്ച് മരിച്ചുപോയി, പക്ഷെ ദൈവം എനിക്ക് തിരിച്ചു തന്നു. അങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിലുണ്ടായി. അത് കഴിഞ്ഞിട്ട് അമ്മ ആരോഗ്യത്തോടെ ഇരുന്നു. പിന്നെ വലിയ പ്രശ്നമൊന്നും അങ്ങനെ ഉണ്ടായില്ല. നടന്നു. വിവാഹം നടന്നു കഴിഞ്ഞിട്ട് അമ്മ എന്റെ വിവാഹത്തിന് അമ്മ അത് കഴിഞ്ഞ് 10 വർഷം അമ്മ വന്നില്ല. കാരണം അമ്മ എപ്പോഴും വീട്ടിലും വീട്ടിലെ കാര്യങ്ങളും ഏറ്റവും മെയിൻ അമ്മയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യം അമ്മ ശ്രദ്ധിക്കാറില്ല. ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ പകുതി വഴിക്കും പിന്നെ തിരിച്ചു, പകുതി വഴിക്കും പിന്നെ തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ഇത്രയാളുടെ പോന്നു, ഇനി ഒരിക്കലും തന്നെ അമ്മയെ എനിക്ക് കാണാനോ നോക്കാനോ അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കാണാനല്ലാതെ അമ്മയോട് വരും ഞാൻ ഓർത്തില്ല. പക്ഷേ ദൈവം എന്റെ ദൈവം ആ കാര്യത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. അമ്മ എന്റെ അടുത്ത് വന്ന് ഞാൻ മാത്രം വന്നപ്പോൾ എന്റെ കയ്യിൽ മരിക്കാൻ ദൈവം തുറന്നു. അപ്പൊ ഞാൻ എന്റെ ദൈവം എത്ര വിശ്വസ്തനാണെന്ന് എനിക്ക് എത്രത്തോളം പറഞ്ഞാലും എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഒരിക്കലും നടക്കാൻ കഴിയാത്ത ദൈവത്തിനല്ല. കാരണം അവരുടെ മക്കളെല്ലാം ആളുകൾ നന്നായി തോന്നുന്നതാണ്, എല്ലാവരും സ്നേഹിക്കുന്നതാണ്. എന്നിട്ടും ദൈവം എത്ര വിശ്വസ്തനാണെന്ന് ചോദിച്ചാല്, അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം ഞാൻ എന്റെ ഗ്രാമപാലത്തെ അടുത്ത് താമസിച്ചപ്പോ അമ്മ എന്നെ കാണാൻ വന്നിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോവുക. തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങിയ വഴിയിലെ സ്ഥലത്ത് നിൽക്കുക. അമ്മ പറഞ്ഞ് ഞാൻ പോകുക വന്നിട്ട് ഓക്കെ പറഞ്ഞ് അമ്മനെ വിട്ടു. അമ്മ കുറച്ച് പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര കരച്ചു തോന്നും. അമ്മ പോയപ്പോ അമ്മനെ മറിഞ്ഞു കഴിഞ്ഞിട്ട് കരച്ചു തോന്നും. കരച്ചു തോന്നിട്ട് ഭയങ്കര സങ്കടം, ഭയങ്കര സങ്കടം പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് ഒരാൾ തോന്നും. അത് കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ എല്ലാവർക്കും അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. പക്ഷെ വലുതായി കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറിപ്പോയിട്ട് അപ്പനെ അമ്മയെ നോക്കാറില്ല. അങ്ങനത്തെ ഒരു ഹൃദയം നമുക്ക് വരും എന്ന് ഞാൻ ഓർക്കുക. അപ്പൊ ഞാൻ അവിടെ പ്രാർത്ഥന പറഞ്ഞു, കർത്താവേ ഞാൻ ഇപ്പൊ എന്റെ അമ്മേനെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ വലുതാണോ എന്റെ ഹൃദയം മാറിപ്പോകും. പക്ഷെ അത് മാറാൻ സമ്മതിക്കരുത്. ഞാൻ വലുതായി കഴിഞ്ഞാൽ എന്റെ അമ്മനെ എന്നെ സ്നേഹിക്കാനുള്ള ഹൃദയം എനിക്ക് തരണേയാണ് അതൊന്നും ചുമ്മാ പ്രാർത്ഥിച്ചതാണ്. പക്ഷേ ദൈവം ഓർക്കുന്നു, ഞാൻ ഒരുപക്ഷെ ദൈവം ഓർക്കുന്നു. അമ്മ മരിക്കുമ്പോൾ അമ്മയുടെ ഒന്ന് കൊച്ചു പിള്ളേരെ നോക്കുമ്പോൾ ദൈവം നോക്കാൻ എനിക്ക് സഹായം ചെയ്തു. അതിൽ ഞാൻ പറയും, എടി എന്റെ ഞാൻ ചെയ്ത പണികളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞില്ലേ, എന്റെ സമയമായി, നീ എന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണം എന്ന് പറയാം. അമ്മയ്ക്ക് മരിക്കാൻ ഒരുങ്ങിയിരിക്കുക. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും അവര് പറഞ്ഞ യൂറിൻ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, നല്ല ഹോസ്പിറ്റലാണ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ബെഡുകൾ കുറിച്ച് കഴിയുമ്പോൾ അതിന്റെ ഒരു സൈഡിൽ നല്ലൊരു റൂമിലാണ് തുറന്നു കിടന്നത്. അപ്പൊ എല്ലാവരും കാണാം, നമുക്ക് അറിയണം, നമുക്ക് നമ്മളറിയണം. അവിടെ അമ്മയ്ക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അമ്മയുടെ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അടുത്തത്. അപ്പൊ അമ്മ ഇങ്ങനെ മയങ്ങി കിടക്കുന്നോട് കിടക്കുക. അപ്പൊ ഡയാലിസിസ് എല്ലാം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകണം. ഞാൻ തന്നെ ഇടത്തി കൂട്ടിക്കൊണ്ടൊന്നും ബെഡിനെ കിടത്തി. അപ്പൊ ഞാൻ ഒരു പാൽവെള്ളോ ബ്രെഡ് കൊണ്ടാണ് അവർ കൊണ്ടു തന്നു. കൊണ്ടുവന്നിട്ട് ഞാൻ ബ്രെഡ് പാൽവെള്ളത്തിൽ മുക്കി 3-4 മുട്ട കൊടുത്തെടുത്തിട്ട് അത് ചൂടുപാൽ മുക്കി മതിയിലോ ചില ഈ പാൽ കുടിക്കണം. അതിന്റെ പാൽ കുടിച്ചു കിടന്നു പോയതാണ്. ആ ഉറങ്ങിയിട്ട്
ഞാനും ഉറങ്ങിപ്പോയി, അമ്മയും ഉറങ്ങിപ്പോയി. നേരം ഞാൻ എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് നോക്കിയത് എനിക്ക് മനസ്സിലായി ആള് പോയെന്ന്. പെട്ടെന്ന് തന്നെ ഞാൻ എഴുന്നേറ്റ് കണ്ണിങ്ങനെ ശരിക്കും തിരിഞ്ഞ് അടച്ചു, ചെടി ഇങ്ങനെ അടുത്തേക്ക് അടച്ചു, ഇങ്ങനെ സ്വന്തം 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 പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ എങ്ങോട്ടോ അയച്ചു, അങ്ങനെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്വന്തം പറഞ്ഞ ഞാൻ ചെടി ശരിക്കും അടച്ച്, കണ്ണ് ശരിക്കും അടച്ച് നന്നായിട്ട് അടച്ചു കഴിഞ്ഞ് അപ്പം സിസ്റ്റർമാർ ഇങ്ങനെ വരാൻ തുടങ്ങി. സിസ്റ്റർ നോക്കിയിട്ട് അവർക്ക് സംശയം നോക്കാറ് അങ്ങനെ ഇന്നിട്ട് നോക്കിയിട്ട് അവർ വേറെ ഇടപെടുന്നു, വേറെ ഇടപെടുന്നു, അവരോട് നോക്കിയിട്ട് വേറെ ഇടപെടുന്നു. പിന്നെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് ആണ് മരിച്ചു പറഞ്ഞു. അങ്ങനെ ദൈവം എനിക്കത് ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത്. കാരണം ഞാൻ അമ്മയ്ക്കോട് 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ആ ദിവസം ദൈവം എനിക്ക് ലാസ്റ്റ് എന്റെ അടുത്ത് അങ്ങ് മരിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. അന്ന് ദൈവം ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യാനായിട്ടും അനുഭവിക്കാനായിട്ടും ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നും അവൻ കാണുന്ന ദൈവമാണ്, കേൾക്കുന്ന ദൈവമാണ്, ദൈവം എങ്ങോ അകലെയുള്ള ദൈവമല്ല, ദൈവം കൂടെ ഇരിക്കുന്ന ദൈവമാണെന്നും അനുഭവപൂർവ്വം ദൈവത്തെ ദൈവം തന്നെ കൃപയുള്ളൂ, നമ്മുടെ നമ്മളല്ല. ഞാൻ രക്ഷപ്പെട്ട സാക്ഷ്യം പറഞ്ഞില്ല. അത് കാരണം പിന്നെ ഒരു സമയത്തേക്ക് ഞാൻ വേറൊരു സാക്ഷ്യം വേറൊരു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതുവരെ ഞാൻ പറയാനായിട്ട് ഇത്രയും എന്റെ ജീവിതത്തിൽ നന്മ ചെയ്ത ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും ഈ ദൈവം ചെയ്ത കാര്യങ്ങൾ പറയുവാനായിട്ട് സ്റ്റേജ് ഒരുക്കുന്ന ജോലി സിയോടും അതുപോലെ അമ്മയോടും പ്രത്യേകമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്, ദർശനങ്ങൾ, വെളിപ്പാടുകൾ. ഇന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് മനുഷ്യനെ മാറ്റിമറിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെതായ ആ ഒരു സ്വഭാവത്തിലേക്ക് മനുഷ്യനെ നടത്തുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പലപ്പോഴും മനുഷ്യനത് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവർക്കും യേശു ക്രിസ്തുവിന്റെ സ്വഭാവം ഇല്ലാതെ നടക്കുന്നതായ ഒരു കാലഘട്ടമാണ്. എന്നാൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അതിന് ഒരുപാട് വ്യത്യസ്തമായ ഒരു അനുഭവമാണെന്നും അത് മനുഷ്യനെ ആകമാനം മാറ്റിമറിച്ച് യേശുവിനോട് അടുപ്പിക്കുന്നതും യേശുവിനെ പോലെ ആക്കി തീർക്കുന്നതുമാണെന്നുള്ളതായ ഒരു കാര്യമാണ് പ്രിയ സിസ്റ്ററിന്റെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേട്ടത്. പ്രിയ കർത്താവിന്റെ ദാസിയുടെ ജീവിതാനുഭവം ഇനിയുമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഈ സാക്ഷ്യം കേട്ടു എന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സാന്നിധ്യം വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ വ്യക്തികളും അനുഭവിച്ചറിയട്ടെ. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള അടുപ്പം, കർത്താവിന്റെ സ്വഭാവം നമ്മളിലേക്ക് പകരുന്നതിനൊരു കാരണമാക്കി സാക്ഷ്യം തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാം ഈ ഒരു സാക്ഷ്യം അനുഗ്രഹമായി തീരട്ടെ ഞാൻ ആശംസിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസി ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇനിയും കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം 2ാം ഭാഗമായിട്ട് പിന്നെയും വരുന്നതാണ്. പ്രിയ കർത്താവിന്റെ ദാസിയെ ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ. നാന്ത്രയുടെ പ്രദേശത്ത് കർത്താവിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ യേശുക്രിസ്തുവിന്റെ സ്നേഹം ആ ദേശത്ത് അവർ പ്രകടമാക്കുന്നു എന്നൊക്കെയാണ് അടുത്ത ഭാഗത്തിൽ നാം കേൾക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കൾ അതും ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസി നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു. അങ്ങ് സ്വർഗത്തിൽ നിന്നും ദർശിച്ചു, അങ്ങ് കണ്ടു, അങ്ങ് ഇറങ്ങി വന്നു. അങ്ങ് എനിക്ക് നിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കർത്താവിനെ നിലവിളിച്ചപ്പോൾ കർത്താവിനോട് ദഹനം തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. കർത്താവ് ചെയ്ത കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ ജീവിതത്തിൽ നന്മയും മുൻകൂട്ടി പ്രവർത്തിയൊന്നുമില്ല കർത്താവെ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ദൈവത്തിന് ക്ഷമിക്കാവുന്നതെന്ന് എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കേൾക്കുന്ന ഈ സാക്ഷി കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവജനത്തിൽ കർത്താവ് എന്ത് പറഞ്ഞിട്ടുണ്ടോ, എന്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതെല്ലാം സത്യമാണെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ഹൃദയപൂർവ്വമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണെന്നും അവൻ അകത്തിരിക്കുന്ന ദൈവമല്ല, അവൻ അടുത്തിരിക്കുന്ന ദൈവമാണ്, കൂടെയിരിക്കുന്ന ദൈവമാണ്, നടത്തുന്ന ദൈവമാണ്. ദൈവമേ, ഈ സാക്ഷികളുടെ എല്ലാ കുഞ്ഞുങ്ങളും അനുഭവിച്ചറിയാവുന്നതാണ്, അനുഭവിച്ച് കർത്താവിന്റെ സാക്ഷികളാവുന്നതാണ്.
കർത്താവ് കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും അവരുടെ കൃപയും അവരുടെ കരുണയും അവരുടെ ദയയും ചൊരിഞ്ഞ് അവരൊക്കെയും അനുഗ്രഹിക്കണമെന്നും കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും ആ ധൈര്യവും ആ ശക്തിയും എല്ലാവരും അനുഭവിക്കാത്തവണ്ണം കർത്താവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കാത്തവണ്ണം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രത്യേകം മുഖാന്തരമായിരുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഗാന്ധിയെയും കർത്താവ് പ്രത്യേകമായി അവരെയും അവരുടെ കുടുംബത്തെയും അവരുടെ പരിചയത്തെയും അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠമായ നാമത്തിൽ അപേക്ഷിക്കുന്ന ദൈവത്തിന്റെ നല്ല പിതാവേ. ആമേൻ.